بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. على آله وصحبه أجمعين. أما بعد. السلام عليكم ورحمة الله وبركاته. നൂറുൽ ഖുർആൻ അക്കാദമി സംഘടിപ്പിക്കുന്ന ഇന്നത്തെ തസ്കിയ മജ്ലിസിലേക്ക് എല്ലാ പ്രിയ സഹോദരിമാർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് വിശിഷ്ടാതിഥിയായി എത്തിച്ചേർന്നിട്ട് കൽപ്പനകൾക്കനുസരിച്ച് ജീവിക്കാൻ കഴിയുകയും നിലനിർത്തേണ്ട ഒട്ടനവധി ചേരുവകളും ഗുണമേന്മകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിലുണ്ട്. മക്കൾ വളരുന്നു, പക്ഷെ വഴങ്ങുന്നില്ല. മുസ്ലിമിനും കൂടാൻ പറ്റാത്ത ഘടകങ്ങളാണ്. കാരണം മക്കൾ മാതാപിതാക്കളെ പകർത്തുകയുമാണ് ചെയ്യുന്നത്. അതിനാൽ നമുക്ക് ആർജിക്കാൻ കഴിയുന്ന, പകർത്താൻ പ്രയാസമില്ലാത്ത ചില ഗുണങ്ങൾ ആയിരുന്നു ഇൻഷാ അള്ളാഹ് നൂറുൽ ഖുർആൻ അക്കാദമി സംഘടിപ്പിക്കുന്ന NQ ഇസ്ലാമിക് പാരന്റിംഗ് പ്രോഗ്രാമിലൂടെ പാരന്റിംഗ് പ്രോഗ്രാമിന്റെ അവസാന കമ്പാനിയൻസ് ഇന്ന് 7ാം ദിനമാണ്. ഇൻഷാ അള്ളാഹ് ഇന്ന് നിങ്ങൾക്ക് ഇതുവരെയുള്ള ക്ലാസ്സുകൾ കേട്ടതിന് ഭാഗമായുള്ള സംശയങ്ങളും മറ്റും ദൂരീകരിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കും. ഇൻഷാ അള്ളാഹ്. അല്ലാഹു സുബ്ഹാനഹു തആല ഇത് നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. അതുപോലെ തന്നെ മാം അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ സെഷൻ ആരംഭിക്കുകയാണ്. ഇന്ന് കൺക്ലൂഷൻ ആണ് ഇൻഷാ അള്ളാഹ്. അപ്പോ അതിനായിട്ട് തൻസിഹ മാമിനെ ക്ഷണിച്ചോളൂ. عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. വോയിസ് ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ് കേട്ടോ. അൽഹംദുലില്ലാഹ്. അപ്പൊ അൽഹംദുലില്ലാഹ് നമ്മൾ ഇന്ന് ഫൈനൽ സെഷനിലാണ് ഉള്ളത്. ചിൽഡ്രൻ അറൗണ്ട് പ്രൊഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള ഈ ഒരു സീരീസിന്റെ നമ്മൾ ഫൈനൽ സെഷനിലാണ്. അപ്പൊ ഇതുവരെ ഉള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളിൽ നെറേറ്റ് ചെയ്ത് തരാം. അതായത് നമ്മൾ ഫസ്റ്റത്തെ സെഷനിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു ക്യാരക്ടേഴ്സ്. നമ്മൾ ഈ മൂവി കാണുന്ന സമയത്ത് അതിലുള്ള ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി പരിചയപ്പെട്ടു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെട്ടു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ എങ്ങനെയായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളോട് പെരുമാറിയത്, ഏത് രീതിയിലായിരുന്നു സംസാരിച്ചത് എന്ന കാര്യങ്ങൾ നമ്മൾ കുറച്ച് ഏകദേശം നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ കുറച്ച് കുട്ടികളെയും നമ്മൾ മനസ്സിലാക്കി. ഇനിയും ഒരുപാട് കുട്ടികളുണ്ട്. ഓക്കെ, ഇനി ഞാൻ ഈ പറഞ്ഞത് മാത്രമല്ലായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ ഉള്ളത്, വേറെയും ഒരുപാട് കുട്ടികളുണ്ട് കൂടെ. പറയാനാണെങ്കിൽ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിക്കുന്നത് ഒരു 8 10 വയസ്സിലാണെന്ന് നമുക്ക് നറേഷൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ സുബൈർ ഇബ്നു അൽ അവ്വാം റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരുന്നത് 8 വയസ്സിലാണെന്ന് പറയുന്നുണ്ട്. ത്വൽഹ ഇബ്നു ഉബൈദുള്ള
11 വയസ്സിലാണെന്ന് പറയുന്നുണ്ട്. അൽ അക്രം ഇബ്നു അർത്തം റളിയല്ലാഹു അൻഹു ഇദ്ദേഹവും 12 വയസ്സിലാണ് ഈ ഒരു ഇസ്ലാമിലേക്കൊക്കെ വരുന്നതെന്ന് പറയാം. അപ്പൊ ഒരുപാട് കുട്ടികളുണ്ട്. ഞാൻ ഈ ജസ്റ്റ് പറഞ്ഞ കുട്ടികൾ മാത്രമല്ല, വേറെയും ഒരുപാട് കുട്ടികളുണ്ട്. പക്ഷെ നമുക്കിതിങ്ങനെ ലോങ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റൂലല്ലോ. നമുക്ക് എന്തിനും ഒരു അവസാനം വേണം എന്ന് ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ. അപ്പൊ അങ്ങനെ നമ്മളിത് അവസാനിപ്പിക്കുന്നതാണ്. അപ്പം ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാല് ഇവരൊക്കെ കുട്ടികളായിരുന്നു ആ സമയത്ത്. അതായത് ഇസ്ലാമിന്റെ ആ ഒരു വിജയം സീക്രറ്റ് ആയിട്ട് ദാവത്ത് ചെയ്യുന്ന സമയത്തും മെല്ലണ ആ ഇസ്ലാം ഇങ്ങനെ വിജയിച്ചുകൊണ്ട് വരുന്ന സമയത്ത് ഈ കുട്ടികളൊക്കെ ആരായിരുന്നു? ഇപ്പൊ മനസ്സിലാക്കിയ അലി റളിയല്ലാഹു അൻഹു 8-10 വയസ്സ്, ബാക്കിയുള്ള ആ കുട്ടികൾ 11-12 വയസ്സ്. അപ്പൊ അവർക്കൊരു ടീനേജിന്റെ ആ ഒരു പ്രായത്തിലാണ് ഉള്ളത്. അപ്പം നിങ്ങൾ ഏത് കുട്ടികളെ നിങ്ങളെ മക്കളെ നോക്കിയിട്ട് കാണുന്ന സമയത്ത് ആ സമയത്ത് നിങ്ങൾ മനസ്സിലാക്കുക ഒരു കുട്ടിക്ക് എന്തും ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഇവരൊക്കെ കുട്ടികളായിരുന്നു. ഏത് കുട്ടിക്കും എന്തും ചെയ്യാൻ പറ്റും, ഒരു നിമിഷം കൊണ്ട് എല്ലാം മാറാൻ പറ്റും എന്നും മൈൻഡിലേക്കാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം മതത്തിലേക്ക് വരുന്നത് 27-32 വയസ്സിലാണെന്ന് പറയുന്നത്. അതുപോലെ സഅദ് ഇബ്നു വഖാസ്, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് ആ ഒരു പ്രായത്തിലുള്ളതൊക്കെ. അപ്പം ഇത് അപ്പൊ ഞാൻ ജസ്റ്റ് ഇത് പറഞ്ഞ എന്തിനാന്ന് വിചാരിച്ചാല്, ഞാൻ പറഞ്ഞ കുട്ടികൾ മാത്രമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ചുറ്റുമുള്ളതെന്ന് വിചാരിക്കരുത്. വേറെയും ഒരുപാട് കുട്ടികൾ ഉണ്ട് എന്ന് മനസ്സിലാക്കാം. അപ്പൊ പിന്നെ നമ്മുടെ ലാസ്റ്റത്തെ സെഷനിലൊക്കെ പറഞ്ഞത് അനസ് റളിയല്ലാഹുവിനെ പറ്റി. നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഇപ്പൊ അനസ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ആ ഒരു സ്റ്റോറികളും കാര്യങ്ങളൊക്കെ നമ്മളെ മൈൻഡിലേക്ക് ഇങ്ങനെ ഓടണം. ആ പംകിൻ സ്റ്റോറിയും ഗ്രൗണ്ടിൽ നിന്ന് കളിക്കുന്നതും എല്ലാം ഇങ്ങനെ മൈൻഡിലേക്ക് ഇങ്ങനെ ഓടണം. അതുപോലെ തന്നെ വേറെയും ഒരുപാട് കുട്ടികളുണ്ട്. സുലൈമാൻ അൽ സൂറത്ത്, സഅദ് ഇബ്നു അവ്വാം, അങ്ങനെ ഒരുപാട് കുട്ടികളുണ്ട്. അബൂ തുഫൈൽ റളിയല്ലാഹു അൻഹു ആണ് സഹാബാക്കളിൽ വെച്ചിട്ട് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് മരിച്ച ഒരു സഹാബി എന്നാണ്. സഹാബാക്കളുടെ ആ ഒരു അവസാനിക്കുന്നത് അബൂ തുഫൈൽ റളിയല്ലാഹു അൻഹുവിലാണ്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കാം ഏറ്റവും ചെറിയ പ്രായമുള്ളത് ആർക്കാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ള സമയത്ത് ഏറ്റവും ചെറിയ പ്രായം അബൂ തുഫൈൽ എന്ന് പറഞ്ഞ കുട്ടിക്കാണെന്ന് മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ ഫസ്റ്റത്തെ സെഷനിൽ നമ്മള് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയിട്ട് മനസ്സിലാക്കി, അതിലുള്ള കുട്ടികളെ പറ്റിയിട്ട് മനസ്സിലാക്കി, എങ്ങനെയായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു ഇമോഷണൽ ബിൽഡിംഗ് ബ്ലോക്ക് പണിതോന്നിരുന്നത്, അഖീദ എങ്ങനെയാണ് ബിൽഡ് ചെയ്തത്, അതിന്റെ മേലെ ഇബാദത്ത്, അതിന്റെ മേലെ സെക്ഷൽ ഡിസയർ, അതിന്റെ മേലെ സോഷ്യലൈസിങ്, അങ്ങനെ ഒരുപാട് ബിൽഡിംഗ് ബ്ലോക്ക് എങ്ങനെയാണ് മെല്ലണ വെച്ചതെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ ഇന്നത്തെ ഈ കൺക്ലൂഷനിൽ ഞാൻ പറയാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ, ഇതുവരെ കണ്ട നമ്മളെ കുട്ടികളുണ്ടല്ലോ, അനസ് എന്ന് പറഞ്ഞ ആ ഒരു കുട്ടി, ഹസൻ എന്ന് പറഞ്ഞ ആ ഒരു കുട്ടി, അല്ലെങ്കിൽ അബ്ദുല്ല ഇബ്നു അബ്ബാസ് എന്ന് പറഞ്ഞ ആ ഒരു കുട്ടി റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ നമ്മൾ ഇനി ഈ ഒരു കൺക്ലൂഷനിൽ നമ്മൾ കാണാൻ പോകുന്നത് വലിയ ഒരു ആണായിട്ടാണ്. അവർ കല്യാണം കഴിച്ചു, അവർക്ക് കുട്ടികളായി. ഓക്കെ, ഈ ഒരു കൺക്ലൂഷനിൽ നമ്മൾ അതാണ് നോക്കാൻ പോകുന്നത്. ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കുന്നത് അനസ് എന്ന് പറഞ്ഞ ആ ഒരു 10 വയസ്സുള്ള കുട്ടിക്ക് എന്തായി? കല്യാണം കഴിഞ്ഞ് കുട്ടികളായി, കുട്ടികളുമായി. ഓക്കെ, അതുപോലെ തന്നെ ഹസൻ റളിയല്ലാഹു അൻഹു എന്തായത്? ആ ചെറിയ നമ്മള് സെഷനിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലേ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നാഭി ഇങ്ങനെ പുറത്തിട്ടിട്ട് ഹസനെ കളിപ്പിക്കാറുണ്ടായിരുന്നു എന്നുള്ളത്. ആ ഹസന് ഇപ്പം ഏത് രീതിയിലാണ് ഉള്ളത്? ഇതൊക്കെയാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു റഫായിട്ട് നമ്മൾ പോകുന്നതാണ്. ഓക്കെ, ഹസൻ റളിയല്ലാഹു അൻഹു ജീവിച്ചത് 47 വയസ്സിലാണ് മരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഭയങ്കര സ്റ്റൈലാണ് കാണാൻ, ആ വലുതാകുന്നതിനെ ഭയങ്കര സ്റ്റൈലാണെന്ന് പറയുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്ന സമയത്ത് ഹസൻ റളിയല്ലാഹു അൻഹു 7 വയസ്സാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ കുറച്ച് ആൾക്കാർ ഹസൻ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും ഓർമ്മ ഉണ്ടോ എന്നുള്ളത്. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും പറഞ്ഞതായിട്ടോ ചെയ്തതായിട്ടോ എന്തെങ്കിലും കാര്യങ്ങൾ ഓർമ്മ ഉണ്ടോ എന്നുള്ളത്. ആ സമയത്ത് ഈ ഹസൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്, ഒരിക്കല് സദഖന്റെ ഒരു കുറച്ച് ഈത്തപ്പഴം നമ്മളെ വീട്ടിലേക്ക് വന്നു. അപ്പം ആ സമയത്ത് ഞാനൊരു ഈത്തപ്പഴം എടുത്ത് എന്റെ വായിലിട്ടോ, അല്ലെങ്കിൽ റസൂൽ എന്റെ ഫാമിലിയിലുള്ള ആൾക്കാർ എനിക്കൊരു ഈത്തപ്പഴം വായിലിട്ടോ ചെയ്തു എന്ന് പറഞ്ഞിട്ട്, ആ സമയത്ത് പെട്ടെന്ന് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരല് വായിലിട്ടിട്ട് ആ ഫോഴ്സ് ആയിട്ട് ആ ഈത്തപ്പഴം പുറത്തേക്ക് എടുത്തു എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും പറഞ്ഞു, യാ റസൂലുള്ളാഹ്, ഹസൻ അല്ലേ, പേരക്കുട്ടിയല്ലേ, ഒരു ഈത്തപ്പഴല്ലേ എടുത്തിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇല്ല അത് പുറത്തേക്ക് എടുക്ക്, നമുക്ക് അതായത് ഹാഷിമൈറ്റ് ഫാമിലിക്ക്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കുടുംബത്തിന് സ്വതക്ക സ്വീകരിക്കാൻ അനുവാദമില്ല എന്നുള്ളത്. അപ്പൊ ഈ ഒരു കാര്യം ഓർമ്മ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ആ ഒരു ഹസൻ റളിയല്ലാഹു അൻഹു പിന്നീട് വലുതായപ്പം എന്താ ആയത് എന്ന് വിചാരിച്ചാല്, ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ എല്ലാ കാര്യങ്ങളും, അതായത് പിന്നീട് മുസ്ലിംസുകൾ തമ്മിൽ ആ ഒരു യുദ്ധമൊക്കെ നടക്കുന്ന സമയത്ത്, ആ ഖലീഫക്കൊക്കെ വേണ്ടിയിട്ട് ആ ഒരു യുദ്ധം നടക്കുന്ന സമയത്ത്
മുആവിയന്റെ ആ ഒരു സമയത്ത് ഈ ഹസ്സൻ റളിയല്ലാഹു പോയിട്ട് പറയുന്നുണ്ട്, ഓക്കെ, ഈ എന്തിനാണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നത്? നിനക്ക് ഖലീഫയുടെ ഈ ഒരു പദവിയാണോ വേണ്ടത്? ഞാൻ നിനക്ക് തരാം എന്നുള്ളത്. അങ്ങനെ ഉമ്മത്ത് അടികൂടരുത്, ഉമ്മത്ത് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിവൈഡ് ചെയ്യരുത് എന്നുള്ള ആ ഒറ്റൊരു ഇതില് ഹസ്സൻ റളിയല്ലാഹു ഇത്രയും വലിയ സ്റ്റെപ്സ് ഒക്കെ എടുക്കുന്നുണ്ട്. അടുത്തത് നമ്മൾ അനസ് റളിയല്ലാഹുവിനെ നോക്കിയാല്, അനസ് എന്ന് പറയുമ്പോൾ നിങ്ങളെ മൈൻഡിലേക്ക് ഓടണം ആ ഗ്രൗണ്ടിൽ കളിക്കുന്നതും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ നടക്കുന്നതും ആ കുറച്ച് കാര്യങ്ങളൊക്കെ ആ മൈൻഡിലേക്ക് ഒന്ന് കടക്കാം. അനസ് റളിയല്ലാഹു അൻഹു മരിക്കുന്നത് 103-ാമത്തെ വയസ്സിലാണ്. ഓക്കെ, അപ്പം ഫസ്റ്റ് ആയിട്ട് അനസ് റളിയല്ലാഹു അൻഹുവിനെ അനസ് റളിയല്ലാഹുവിന്റെ ഉമ്മു സുലൈം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് പറയുന്നുണ്ട്, എന്റെ മോനെ സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് എന്റെ മോനക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന് പറഞ്ഞപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് ദുആ ചെയ്യുന്നുണ്ട്, യാ അല്ലാഹ് അനസിന് ഒരുപാട് കുട്ടികളെ കൊടുക്കണേ, ഒരുപാട് സമ്പത്ത് കൊടുക്കണേ എന്നുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചതിന് ശേഷം ഏറ്റവും വലിയ സമ്പത്തുള്ളത് അനസ് റളിയല്ലാഹു അൻഹുവിനായിരുന്നു. അതുപോലെ തന്നെ മക്കളെയും മക്കളെയും കൂട്ടിയിട്ട് 100 ആൾക്കാർ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അനസ് റളിയല്ലാഹു അൻഹുവിന് മക്കളെയും കൂട്ടിയിട്ട് 100 ആൾക്കാർ ആയിരുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് 3 കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളെ മക്കളെ പഠിപ്പിക്കുക എന്നുള്ളത്. അത് ഒന്നെന്ന് പറയുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നുള്ളതാണ്. 3 കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളെ മക്കളെ പഠിപ്പിക്കുക. ഒന്ന്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണ്. ആ സമയത്തുള്ള കുട്ടികൾക്ക് അത് എളുപ്പമായിരിക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ. പക്ഷെ ഇക്കാലത്തെ കുട്ടികൾക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമാണോ? കാരണം എന്താ, ശരിക്കും നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം, നമ്മൾ മനസ്സ് തട്ടിയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളത്. ചോദിച്ച എല്ലാവരും പറയും, ആ നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത്. പക്ഷെ നമ്മുടെ പകുതി ആൾക്കാരുടെയും പ്രവൃത്തി അത് ഇല്ലാന്ന് മാത്രമാണ് തെളിയിക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ കാര്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക. 2, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫാമിലിനെ സ്നേഹിക്കുക. 3, തിലാവത്ത് ഖുർആൻ തിലാവ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ശീലിപ്പിക്കുക എന്നുള്ളതാണ്. ഇത് തബ്രാനിയിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പൊ ഇതെങ്ങനെയായിരുന്നു അനസ് റളിയല്ലാഹു അൻഹു ഇത് എടുത്തത്? ഇത് അനസ് റളിയല്ലാഹു അൻഹു കേട്ടതാണ്. എന്നിട്ട് എങ്ങനെയായിരുന്നു അനസ് റളിയല്ലാഹു അൻഹു അതെടുത്തത്? അതായത് അനസ് റളിയല്ലാഹു അൻഹുവിന്റെ മക്കൾക്കും മക്കൾക്കും ഈ ഒരു കാര്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഖുർആൻ ഓതി കഴിഞ്ഞതിന് ശേഷം എന്നും ഈ എല്ലാ മക്കൾക്കും 100 മക്കൾക്കും വേണ്ടിയിട്ട് എന്നും അനസ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്യുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ ഇന്നേ വരെ ഒരാളെയും കണ്ടിട്ടില്ല ഇത്രയും അധികം സാമ്യമായിട്ട്, അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ നമസ്കരിച്ചത് അതുപോലെ പക്ക ഒരു മാറ്റവും ഇല്ലാതെ നമസ്കരിക്കുന്ന ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല അനസ് റളിയല്ലാഹു അൻഹു അല്ലാതെ. അപ്പം അനസ് റളിയല്ലാഹു അൻഹു മീൻസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചതിന് ശേഷം ഒരുപാട് കാര്യങ്ങളാണ് അനസ് റളിയല്ലാഹുവിന്റെ ലൈഫിൽ കൊണ്ടുവന്നത്, മക്കളിലേക്കും എത്തിച്ചത്. അടുത്ത നമ്മുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് അബ്ദുല്ല ഇബ്നു അബ്ബാസ് ആണ്. ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല, 13 വയസ്സായപ്പോഴാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്ന സമയത്ത് അബ്ദുല്ല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു 13 വയസ്സാണ്. അബ്ദുല്ല ഇബ്നു അബ്ബാസ് മരിക്കുന്നത് 68-70 വയസ്സിലാണ്. പക്ഷേ നമ്മൾ ആദ്യത്തെ സെഷനിൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ ഞാനൊരു ദുആ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെള്ളം കൊണ്ട് കൊടുത്തപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്, ഇതാരാണ് വെള്ളം കൊണ്ടുവന്നതെന്ന് പറഞ്ഞു എന്നിട്ട് ഒരു ദുആ ചെയ്ത് എന്നുള്ള അല്ലാഹുമ്മ ഫഖിഹ്നി ഫിദ്ദീൻ എന്ന് പറഞ്ഞിട്ട്. ആ ഒരു ദുആ കേട്ടിട്ട് അബ്ദുല്ല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ ഒരു കുട്ടി ഇങ്ങനെ വെറുതെ ഇരുന്നു. എനിക്ക് വേണ്ടിയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിനി, പണ്ഡിതന്മാർ എന്റെ അടുത്തേക്ക് ഇങ്ങോട്ടേക്ക് വരും എന്നെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇല്ല, ഈ കുട്ടി എന്ന് പറയുന്നത് ആ ഒരു ഏജിൽ ഭയങ്കരമായിട്ട് എഫേർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അബ്ദുല്ല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഭയങ്കരമായിട്ട് എഫേർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അതിനുശേഷം ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയൊക്കെ മരിച്ചതിന് ശേഷം ഒരു സീന് സംഭവിച്ചത് എന്താന്ന് വെച്ചാല്, അബ്ദുല്ല ഇബ്നു അബ്ബാസ് തൊട്ടിപ്പുറത്തിരിക്കുന്ന അതേ പ്രായമുള്ള ഒരു കുട്ടീനോട് പറയുന്നുണ്ട്, വാ നമുക്കിപ്പം ചെറിയ പ്രായമാണ്, ഇപ്പൊ നല്ല മെമ്മറി പവർ ഉണ്ട്, നമുക്ക് എല്ലാ സഹാബാക്കളോടും പോയിട്ട് ചോദിക്കാം, പല കാര്യങ്ങളും പഠിക്കാൻ, മനസ്സിലാക്കാം, എന്തൊക്കെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട്. ആ സമയത്ത് ഇപ്പുറത്തേക്ക് ആ ഒരു കുട്ടി പറഞ്ഞ എന്താന്ന് വെച്ചാല്, നിനക്ക് എന്തിന്റെ ആവശ്യമാണ്? ജസ്റ്റ് ഇപ്പത്തെ കാലത്ത് നമ്മൾ ഒരാളെ തളർത്തൂലെ, ഓരോ കാര്യം നമുക്ക് അത് ചെയ്യാം ഇത് ചെയ്യാന്ന് പറയുമ്പോൾ ചില ആൾക്കാർ വന്നിട്ട് വരില്ല, നീ ഭയങ്കരം, നീ ഇത് ഭയങ്കരാവും, അങ്ങനെ പറയില്ല. അതുപോലത്തെ ഒരു രീതിയിൽ അബ്ദുല്ല ഇബ്നു അബ്ബാസ് എന്ന് പറഞ്ഞ ഈ ഒരു കുട്ടിയോടും മറ്റേ കുട്ടി പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് എന്തിന്റെ ആവശ്യമാണ്? നിനക്ക് തോന്നുന്നുണ്ട് ഈ സഹാബാക്കളെ പോലെ നിനക്ക് ആവാൻ പറ്റും എന്നുള്ള, ഇത്രയും വലിയ സഹാബാക്കളെ പോലെ നിനക്ക് ആവാൻ പറ്റും എന്നുള്ളത് ആകെ 13 വയസ്സേ ഉള്ളൂ, എനിക്കൊന്നും ആവാൻ പറ്റൂല, എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടേണ്ട ആവശ്യം എന്നുള്ളത്. അത് കേട്ടതും ഈ കുട്ടി 13 വയസ്സുള്ള അബ്ദുല്ല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യുന്നതാണ്? അവിടെ നിന്ന് പോകുന്നതാണ്. കാരണം അബ്ദുല്ല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ നെഗറ്റീവ് ആയിട്ടുള്ള സംഭവം കേൾക്കേണ്ട ആവശ്യമില്ല.
അവിടുന്ന് മുതൽ എഫേർട്ട് എടുക്കാൻ തുടങ്ങുന്നതാണ് ഇത് പഠിക്കാൻ വേണ്ടിയിട്ട്. ഓരോ കാര്യങ്ങളും ഓരോ സഹാബാക്കളെടുത്ത് പോയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് അങ്ങേയറ്റം എഫേർട്ട് എടുത്ത് പഠിക്കാം. എത്രത്തോളം എന്ന് വെച്ചാല് ആ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും ആ ഒരു ഉച്ച സമയം കടന്നുറങ്ങും. ആരും പുറത്തേക്ക് ഉണ്ടാവില്ല. പിന്നെ ഒരു അസറിന്റെ ടൈം ആയിരിക്കും എല്ലാവരും പുറത്തേക്ക് പള്ളിയിലേക്ക് പോവാം. ആ സമയത്ത് ഈ 13 വയസ്സുള്ള കുട്ടി കിടക്കുന്നത് ഒരു മരത്തിന്റെ അടിയിലാണ്. ഒരുപാട് പൂയിയുടെ ആ ഒരു കാറ്റും ഒക്കെ ഇങ്ങനെ വരുന്നുണ്ടാവും. എന്നാലും കഷ്ടപ്പെട്ട് അവിടെ കിടക്കുന്നത് കാരണം എന്താന്ന് വെച്ചാൽ ഈ വരുന്ന സഹാബാക്കളെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്, എന്നിട്ട് ഈ സഹാബാക്കളോട് ചോദിക്കാൻ വേണ്ടിയിട്ട്, പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് എന്നുള്ളതാണ്. ഇതിപ്പോ ഞാൻ നിങ്ങളോട് പറയാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ ഒരു ഉമ്മയാണ്, എനിക്ക് ഇത്ര കുട്ടികളുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ പല റീസൺസ് ഉണ്ടാവും നമ്മൾ ദീന് പഠിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഒരിക്കലും ചെയ്യരുത്. നമ്മൾ ദീന് പഠിക്കാൻ വേണ്ടി ഇറങ്ങിയാൽ മാത്രമേ നമ്മളെ മക്കളും ആ ഒരു പാതയിലേക്ക് പോവുള്ളൂ. നമ്മൾ ശരിക്കും ജസ്റ്റ് ഒരു എക്സാമിനോ അതിനു വേണ്ടി പഠിക്കാതെ ഫുൾ ടൈം ദീന് പഠിച്ചുകൊണ്ടിരിക്കുക, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. നോക്കുക, നിങ്ങളുടെ ഒരു ലൈഫിൽ 24 മണിക്കൂർ എവിടെയാണ് എനിക്ക് ഫുൾ ഫ്രീ ടൈം കിട്ടുന്നത്? ഒരു നിമിഷം, ഒരു ഹാഫ് ആൻ അവർ നിങ്ങൾ ഒരു ലൈഫിൽ വെറുതെ ഇരിക്കുന്നുണ്ടാവുമല്ലോ, വെറുതെ ഈ ഫോൺ നോക്കുന്ന സമയം അത് മാറ്റി വെക്കുക. അത് ദീന് പഠിക്കാനായിട്ട് ശരിക്കും ഫോക്കസ് ചെയ്തിട്ട് പഠിക്കുക. കുട്ടികൾ അറിഞ്ഞിരിക്കണം ഈ ഒരു ടൈം ഇതെന്റെ ഉമ്മാന്റെ പഠന സമയമാണ് എന്നുള്ളത്. അതുപോലെ തന്നെ എഫേർട്ട് എടുക്കുക. നമ്മൾ എന്താ ചെയ്തത്? ദീന് പഠിക്കാൻ വേണ്ടിട്ട് നമ്മൾ എന്ത് സാക്രിഫൈസ് ചെയ്തു? അള്ളാഹ്ക്ക് വേണ്ടിട്ട് നമ്മൾ എന്തൊക്കെ വിട്ടുകൊടുത്തു? നമ്മുടെ ഉറക്കം നമ്മൾ വിട്ടുകൊടുത്തിട്ടുണ്ടോ? ഓക്കെ, എനിക്ക് അല്ലാത്ത സമയത്ത് പഠിക്കാൻ കഴിയൂല, എന്നാ പിന്നെ ഞാനൊരു 4 മണിക്കോ അല്ലെങ്കിൽ ഒരു 2:30 എണീച്ചിട്ട് പഠിക്കാം എന്നുള്ളത് നമ്മുടെ ആ ഉറക്ക് നമ്മൾ വിട്ടുകൊടുക്കുന്നുണ്ടോ? അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടിയിട്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പലതും വിട്ടുകൊടുത്താല് ഈ 13 വയസ്സുള്ള അബ്ദുല്ല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇപ്പൊ ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലേ. അപ്പം എല്ലാവർക്കും പറ്റും എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അടുത്ത നമ്മുടെ നെക്സ്റ്റ് ക്യാരക്ടർ, നമ്മുടെ ഫൈനൽ ക്യാരക്ടർ നമ്മൾ ഇതുവരെ പരിചയപ്പെട്ടത് അബ്ദുല്ല ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആണല്ലേ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് 22 23 വയസ്സാണെന്ന് പറയുന്നുണ്ട്. ഒരു ഡാർക്ക് ആയിട്ടുള്ള കളറാണ്, കണ്ണിന് അത്ര കാഴ്ച കുറവാണെന്ന് പറയുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലന്റെ പേടിയാല് ഭയങ്കരമായിട്ട് കരയും എന്ന് പറയുന്നുണ്ട്. ഒരുപാട് നേരം കരഞ്ഞിട്ട് ഈ ഒരു കണ്ണിന്റെ കാഴ്ച ഇങ്ങനെ നഷ്ടപ്പെട്ട് ആ ഒരു വീക്ക് ആയിട്ട് മാറിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അബ്ദുല്ല ബിൻ അബ്ബാസിന് 10 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയാണെന്ന് പറയുന്നുണ്ട്. ഒരു പെൺകുട്ടിയുടെ പേര് സൗദ എന്നാണ്. കല്യാണം കഴിക്കുന്നത് ഉർവ റളിയല്ലാഹു അൻഹുവിനെയാണ്. അപ്പൊ ജസ്റ്റ് നോക്കിയാൽ മതി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ ഉണ്ടായിരുന്ന അബ്ദുല്ല ഇബ്നു ഉമർ നല്ലൊരു ഫാമിലിനെ, ആ ഒരു ഡീസന്റ് ഫാമിലിനെ കൊണ്ടുവന്നു, നല്ലൊരു ഭാര്യനെ കല്യാണം കഴിച്ചു, നല്ല മക്കളെ ആക്കി. ഇന്ന് ഞാന് ഇമാം അബു ഹനീഫയുടെ ജീവചരിത്രങ്ങൾ വായിക്കുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ് ഞാനിങ്ങനെ ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അതായത് ഇമാം അബു ഹനീഫ എങ്ങനെയാണ് ഇത്രത്തോളം എത്തിയെന്ന് വിചാരിച്ചാൽ ഇമാം അബു ഹനീഫയുടെ ഉമ്മയും ഉപ്പയും ആരാണെന്ന് നമ്മൾ അറിയണമായിരുന്നു അല്ലെ. അതായത് ഞാൻ വായിക്കുന്ന സമയത്ത് അതിൽ പറയുന്നത് എന്താന്ന് വെച്ചാല് ഇമാം അബു ഹനീഫയുടെ ഉപ്പയുടെ പേര് സാബിത്ത് എന്നാണ്. അതായത് ഒരിക്കല് ഈ ഉപ്പ ഒരാളുടെ തോട്ടത്തിൽ നിന്ന് ഒരു ഫ്രൂട്ട് അറിയാണ്ട് ഇങ്ങനെ തിന്നുപോയി. അപ്പൊ അത് തിന്നു പോയതിന് ശേഷമാണ് മനസ്സിലായത്, യാ അള്ളാ, ഞാൻ അറിയാണ്ട് തിന്നു പോയല്ലോ. ഇതിന് ഈ ഒരു കാര്യം അള്ളാന്റെ മുന്നിൽ ഞാൻ നിൽക്കുന്ന സമയത്ത് ഇതെന്തായാലും അള്ള ചോദിക്കുമല്ലോ, ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യാ? ഭയങ്കര ടെൻഷനായി എന്നാ പറയുന്നത്. ജസ്റ്റ് ആലോചിക്കണേ, ഒരു തോട്ടത്തിൽ നിന്ന് അറിയാണ്ട് ഒരു ഫ്രൂട്ട് തിന്നത് മാത്രമായിരുന്നു കാരണം. പക്ഷെ അത്രത്തോളം പേടിയായി. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ ഞാൻ നിൽക്കേണ്ടതല്ലേ, ഇതിന് ചോദ്യം ചോദിച്ചാൽ ഞാൻ എന്തുത്തരാ പറയാന്നുള്ളതില് ഈ ഇമാം അബു ഹനീഫയുടെ ഉപ്പ എന്ത് ചെയ്തു എന്ന് വിചാരിച്ചാല് ഈ തോട്ടത്തിന്റെ ഓണറിന്റെ അടുത്തേക്ക് പോയിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങൾ ഇത് ചെയ്തു പോയി, ഞാൻ എന്താ ഇതിന് പകരമായിട്ട് ചെയ്യേണ്ടത്? കാരണം എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് ഇതിന് ചോദ്യം ചോദിച്ചാൽ എനിക്ക് ഉത്തരമില്ല പറയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് അതിന് പകരമായിട്ട് ഞാൻ എന്താ നിങ്ങൾക്ക് ചെയ്തു തരണ്ടേന്നുള്ളത്. ആ സമയത്ത് ഈ തോട്ടത്തിന്റെ ഓണർ ഈ ഇമാം അബു ഹനീഫയുടെ ഉപ്പാനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത കാര്യം എന്താന്ന് വെച്ചാൽ, ഓക്കെ, നീ അള്ളാഹ്ക്ക് വേണ്ടിയിട്ടല്ലേ, എന്നാ പിന്നെ ഞാൻ പറയുന്നത് പോലെ ചെയ്യോ, എന്റെ മകളെ നീ കല്യാണം കഴിക്കണം എന്നുള്ളത് ശരിക്കും മനസ്സിലാക്കണേ. എന്നിട്ട് പറയുന്നുണ്ട്, എന്റെ മകൾക്ക് ചെവി കേൾക്കൂല, കണ്ണ് കാണൂല, സംസാരിക്കൂല, എല്ലാം മനസ്സിലാക്കുന്നത് ഭയങ്കര സ്ലോ ആണ്, എന്റെ മകളെ നീ കല്യാണം കഴിക്കണം എന്നുള്ളത്. അത്രത്തോളം നീ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭയക്കുന്നുണ്ടെങ്കിൽ, അതിന് പകരമായിട്ട് നീ എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്റെ ഈ മകളെ കല്യാണം കഴിക്കണം എന്നുള്ളത്. എന്നിട്ട് അതിൽ പറയുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ആ ഒരു ഭയം കാരണം ഈ
മകളെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്, കല്യാണം ഇതാക്കാൻ വേണ്ടിയിട്ട് മകളെ കാണാൻ വേണ്ടി പോകുന്നതാണ്. അപ്പൊ ആ മകളോട് സംസാരിക്കാൻ വേണ്ടി പോയ സമയത്ത് ഈ മകള് സംസാരിക്കുന്നുണ്ട്, ഈ മകള് എല്ലാം കേൾക്കുന്നുണ്ട്, എല്ലാം മനസ്സിലാക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ സമയത്ത് ഇമാം അബു ഹനീഫയുടെ ഉപ്പ ചോദിക്കുന്നുണ്ട് എന്താ സംഭവം. ആ സമയത്ത് ഈ പെൺകുട്ടി, അതായത് ഇമാം അബു ഹനീഫയുടെ ഉമ്മയാകാൻ പോകുന്ന ആ ഒരു പെൺകുട്ടി പറയുന്നുണ്ട്, എനിക്ക് ചെവി കേൾക്കൂല, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത എന്ത് കാര്യം ഉണ്ടെങ്കിലും ആ സമയത്ത് എന്റെ ചെവി കേൾക്കൂല, ഞാൻ എനിക്ക് സംസാരിക്കാൻ പറ്റൂല, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത എന്ത് കാര്യമായാലും ആ സമയത്ത് ഞാൻ സംസാരിക്കൂല എന്നുള്ളത്. ഞാൻ മെല്ലണം എല്ലാ കാര്യം ചെയ്യുള്ളൂ. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ധൃതി കൂട്ടി എല്ലാ കാര്യങ്ങളും ഞാൻ മെല്ലണം നോക്കി ആലോചിച്ചിട്ട് മാത്രമേ ചെയ്യുള്ളൂ. അങ്ങനെ ഇത് കേൾക്കുന്നതും ഇമാം അബു ഹനീഫയുടെ ഉപ്പാക്ക് ഭയങ്കര സന്തോഷമായി. ജസ്റ്റ് ഒന്ന് ആലോചിക്കുക, ഇത് രണ്ടായിരുന്നു, ഈ ഉമ്മയും ഈ ഉപ്പയും ആയിരുന്നു ഇമാം അബു ഹനീഫയുടെ ഉപ്പയും ഉമ്മയും. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ചിന്തിച്ചാൽ പോരാ, അവരുടെ മകന് എത്രത്തോളം ആയിരിക്കും എന്നുള്ളത്, എങ്ങനെയായിരിക്കും ആ മക്കളെ വളർത്തിയിട്ടുണ്ടാവുക എന്നുള്ളത്. നമ്മള് കേൾക്കേണ്ടതെല്ലാം കേൾക്കും, ഉള്ള റീൽസും എല്ലാം കാണും, മക്കളുടെ മുന്നിൽ നിന്ന് എല്ലാ സിനിമയും കാണും, വലിയോ നമുക്കറിയില്ല. എല്ലാ റീൽസ് ആയിക്കോട്ടെ, ഇപ്പത്തെ സിനിമ എന്ന് പറയണ്ട, ഇൻസ്റ്റാഗ്രാമിലെ റീൽസ് ആയിക്കോട്ടെ, കല്യാണപ്പോർക്ക് പോയാൽ അവിടുത്തെ കുറെ കോലാഹലങ്ങളായിക്കോട്ടെ, അതിനൊക്കെയും നമ്മൾ പങ്കെടുക്കും. വേണ്ടാത്ത വെറുതെ ഇരിക്കുമ്പോ ഷോപ്പിംഗ് ചെയ്യും, അങ്ങനാക്കും ഇങ്ങനാക്കും. ഇതൊക്കെയാണ് നമ്മളെ മക്കള് കണ്ടോണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഫോൺ വിളിച്ചിട്ട് മറ്റയാളെ പറ്റിയിട്ട് ഇങ്ങനെ കുറ്റം പറയും, അങ്ങനാക്കും ഇങ്ങനാക്കും. ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളാണ് കണ്ടോണ്ടിരിക്കുന്നത്. ഇവിടെ ഈ ഉമ്മ പറഞ്ഞ ആ ഒരു വാക്ക് നമുക്ക് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റുമോ? അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ഞാൻ കേൾക്കൂല, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ഞാൻ സംസാരിക്കൂല, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഞാൻ പറയില്ല എന്നുള്ള ആ ഒരു അതായിരുന്നു ഇമാം അബു ഹനീഫയുടെ ഉമ്മയും ഉപ്പയും എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ മാറുക എന്നുള്ളതാണ് മെയിൻ എന്നുള്ളത്. അതായത് നമ്മൾ നല്ലതായി കഴിഞ്ഞാൽ നമ്മുടെ മക്കളും വരും. പിന്നെ ആ മക്കള് കല്യാണം കഴിക്കാൻ പോകുന്ന ആ ഒരു ഫാമിലിയെ നമ്മൾ നന്നായിട്ട് തെരഞ്ഞെടുത്തിട്ട് നോക്കും എന്നുള്ളതാണ്. അബ്ദുല്ല ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരു കാര്യം പറയുന്നുണ്ട്, ഇതൊരു ഹദീസ് അല്ല, പക്ഷെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ്, നിങ്ങൾ നിങ്ങളെ മക്കളെ ശരിക്ക് ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളത്. നല്ലോണം നോക്കുക നിങ്ങളെ മക്കളെ അദബ് പഠിപ്പിക്കുക, നല്ല കാര്യങ്ങൾ നിങ്ങളെ മക്കളെ പഠിപ്പിക്കുക. കാരണം എന്താന്ന് വെച്ചാല്, എന്നിട്ട് അബ്ദുല്ല ഇബ്നു ഉമർ അങ്ങനെ പറയുന്നുണ്ട്, കാരണം എന്നും മനസ്സിലാക്കുക, നിങ്ങളെ മക്കളുടെ കേസ് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് ചോദ്യം ചോദിക്കും എന്നുള്ളത്. നിങ്ങളെ മക്കളെ നിങ്ങൾ എങ്ങനെ വളർത്തി എന്നുള്ളതിൽ ഉറപ്പായിട്ടും നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലന്റെ മുന്നിൽ ചോദ്യം ചോദിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. എന്റെ മക്കൾക്ക് ഹിദായത്ത് കിട്ടിയോ ഇല്ലയോ എന്നല്ല വിഷയം, അവന് ശരിയായ ഹിദായത്തിന്റെ ആ ഒരു മാർഗത്തിൽ തന്നെയാണോ ഇല്ലയോ എന്നല്ല വിഷയം, പക്ഷേ ഞാൻ എങ്ങനെ വളർത്തി, ഞാൻ ഏത് രീതിയിൽ വളർത്തി എന്നുള്ളതിന് അല്ലാഹു സുബ്ഹാനഹു വ തആലന്റെ മുന്നിൽ ചോദ്യം വരും എന്നുള്ളത് എന്നും നമ്മുടെ മൈൻഡിലേക്ക് വരിക. എപ്പോഴും ഈ ഒരു കാര്യം മൈൻഡിലേക്ക് ഉറപ്പായിട്ടും കാരണം ഇത് അബ്ദുല്ല ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ കാര്യമാണ്. നിങ്ങളെ മക്കളെ നല്ലോണം നോക്കുക, നല്ലോണം ഇഷ്ടപ്പെടുക, അവർക്ക് എല്ലാ മര്യാദകളും പഠിപ്പിച്ചു കൊടുക്കുക. കാരണം അവരുടെ കാര്യത്തില് ഉറപ്പായിട്ടും എന്താണ്, നിങ്ങൾക്ക് ചോദ്യം വരും എന്നുള്ളതാണ്. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറഞ്ഞാൽ, ഞാൻ ജസ്റ്റ് ഒരു റഫ് ആക്കിയിട്ട് പറഞ്ഞതാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മൾ ഇത്രയും 7 സെഷനിൽ ഞാൻ ഇവിടെ എവിടെയും ബദർ യുദ്ധത്തിനെ പറ്റിയിട്ടോ, ഖന്തക് യുദ്ധത്തിനെ പറ്റിയിട്ടോ, ഉഹുദ് യുദ്ധത്തിനെ പറ്റിയിട്ടോ, ഹസാബ് യുദ്ധത്തിനെ പറ്റിയിട്ടോ ഒന്നും ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല. കാരണം അത് ഞാൻ കരുതി കൂട്ടിയിട്ട് ഒഴിവാക്കിയതാണ്. ഇവിടെ എനിക്ക് കാണിക്കേണ്ടത് നിങ്ങളിലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാ ഒരു മനുഷ്യൻ എന്ന രീതിയിൽ കുട്ടികളോട് എങ്ങനെയായിരുന്നു, ഇത് മാത്രമായിരുന്നു എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കേണ്ട ഒറ്റ ഒരു ആവശ്യം എന്നുള്ളത്. ഇത് തീരുന്നതിന് മുന്നായിട്ട് എനിക്കൊരു കാര്യം കൂടി പറയാനുള്ളത് എന്താന്ന് വിചാരിച്ചാല്, ഒരിക്കലും ഒരു സക്സസ് ആയിട്ടുള്ള ഒരു പാരന്റ്, നമുക്കൊരു സക്സസ് ആയിട്ടുള്ള ഒരു ഉമ്മയുപ്പയും ആവണം, ഭയങ്കരമായുള്ള ഒരു ഉമ്മയുപ്പയും ആവണം എന്ന് ചിന്തിക്കുന്നതിന്റെ മുന്നായിട്ട് ഞാൻ ഒരു ഇൻഡിവിജ്വൽ, ഞാൻ ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ നന്നായിനോ എന്ന് മാത്രം ആദ്യം ചിന്തിക്കുക. നമുക്ക് എല്ലാവർക്കും മക്കളെ നന്നാക്കാൻ ഭയങ്കര ഉഷാറാണ്, പക്ഷെ ഞാൻ സ്വയം നന്നായിട്ടുണ്ടോ എന്ന് ശരിക്കൊന്ന് മനസ്സിലാക്കുക. ജസ്റ്റ് ഒരു ബുക്ക് എടുത്തിട്ട് ഒന്ന് എഴുതി നോക്കുക, നിങ്ങളെ മോശമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഞാൻ വേഗം ദേഷ്യം പിടിക്കും, എനിക്ക് തീരെ ക്ഷമയില്ല, അങ്ങനെ പല കാര്യങ്ങളും. നമ്മൾ പെർഫെക്റ്റ് ആണോ? അല്ല, നമുക്ക് പല കാര്യങ്ങളും ഉണ്ടാവും. അപ്പം നമ്മളെ കുട്ടികളിലും അതുപോലെ തന്നെ പല കാര്യങ്ങളും ഉണ്ടാവും. അപ്പം മനസ്സിലാക്കുക, കാരണം നമ്മൾ ഓരോ മൊമെന്റും ആ ഒരു ബിൽഡിംഗ് ബ്ലോക്ക് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നതാണ്.
ശരിയാണ്. ഈ ഒരു പാരന്റിങ് എന്ന് പറയുന്നത് ഭയങ്കര കോംപ്ലക്സ് ആണ്, ഭയങ്കര ചാലഞ്ച് ആണ്. ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ബിൽഡിംഗ് ബ്ലോക്കും ഇങ്ങനെ വെക്കുന്ന സമയത്ത് എത്രത്തോളം ഡിഫിക്കൽട്ട് ആണ് കുട്ടികളുടെ സ്വഭാവം എന്ന് പറഞ്ഞാല്. അത് ഡീൽ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ശരിക്ക് ഹിക്മത്തോട് കൂടി ഡീൽ ചെയ്യണം. ഓരോ വാക്കുകൾ കുട്ടികളോട് സംസാരിക്കുന്ന സമയത്തും അത് ശരിയായ രീതിയിൽ ഡീൽ ചെയ്യണം. അങ്ങനെയായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഡീൽ ചെയ്തത്. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ആരും ടെൻഷൻ അടിക്കാൻ പാടില്ല, ഒരു ബേജാറാവാൻ പാടില്ല. നമ്മൾ നമ്മുടെ ലെവൽ ബെസ്റ്റ് ചെയ്യാം. നല്ലോണം നമ്മൾ ക്ഷമയോട് കൂടി, ഇതൊരു വലിയ ക്ഷമ എന്ന് പറഞ്ഞ സംഭവം പാരന്റിങ്ങിൽ മെയിൻ ആയിട്ട് വേണ്ട കാര്യമാണ്. അപ്പൊ നല്ലോണം ക്ഷമയോട് കൂടി മുന്നോട്ടേക്ക് പോവാ, നമ്മുടെ ബെസ്റ്റ് നമ്മൾ കൊടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നല്ലവണ്ണം ദുആ ചെയ്യുക. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്ന് ദുആയോട് കൂടി നമുക്ക് ഈ ഒരു സെഷൻ നിർത്താം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതുബു അലൈക്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. യാ അല്ലാഹ്, നീയാണ് അൽ മുജീബ്, ഉത്തരം നൽകുന്നവൻ. യാ അല്ലാഹ്, നീയാണ് അൽ ലത്തീഫ്, നീയാണ് എല്ലാം അറിയുന്നവൻ. യാ അല്ലാഹ്, നിനക്കറിയാം എന്തിനാണ് ഇന്ന് ഇവിടെ നാം ഓരോ ആളും ഒത്തുചേർന്നത് എന്ന്. യാ അല്ലാഹ്, നിനക്കറിയാം നമ്മളിലെ ഓരോ ആൾക്കാരുടെയും ഹൃദയത്തിൽ എന്താ ആവശ്യങ്ങൾ എന്ന്. യാ അല്ലാഹ്, ഉത്തരം നൽകണമേ. നമ്മൾ ചോദിക്കുന്നതിലും കൂടുതൽ ഉത്തരം നൽകണമേ. യാ അല്ലാഹ്, യാ റബ്ബുൽ ആലമീൻ. യാ അല്ലാഹ് യാ ഗഫൂർ. യാ അല്ലാഹ് യാ ഗാഫിർ. യാ അല്ലാഹ് യാ ഗഫാർ. ഞങ്ങളെ ഇവിടുന്ന് ഒരാളെയും എഴുന്നേൽപ്പിക്കരുതേ. മക്കളുടെ വിഷയത്തിൽ അറിവില്ലായ്മ കൊണ്ട് പല തെറ്റുകളും വന്നു പോയിട്ടുണ്ട് യാ റബ്ബേ. യാ അല്ലാഹ്, നീ ഞങ്ങൾക്ക് എല്ലാവർക്കും പുറത്തു തരണമേ യാ റബ്ബേ. യാ അല്ലാഹ്, യാ അല്ലാഹ്, നിന്റെ മുന്നിൽ ഞങ്ങൾ കൈകൾ ഉയർത്തുന്നതാണ് യാ അല്ലാഹ്. ഒരുപാട് ചാലഞ്ചുകളും ഫിത്നകളും ഉണ്ട് യാ അല്ലാഹ്. യാ അല്ലാഹ്, നീ ഞങ്ങളെ നേരായ മാർഗത്തിലാക്കണമേ. മക്കളില്ലാത്തവർക്ക് സ്വാലിഹായ മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കണം യാ റബ്ബേ. നമ്മുടെ എല്ലാ മക്കളെയും നമ്മുടെയും ദീനിൽ അടിയുറച്ച് നിർത്തിക്കണം യാ റബ്ബേ. യാ അല്ലാഹ്, ഞങ്ങളുടെ മക്കളെ ഉമ്മത്തിന്റെ ലീഡേഴ്സ് ആക്കിയിട്ട് വളർത്താനുള്ള ഒരു തൗഫീഖ് നീ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ യാ റബ്ബേ. യാ അല്ലാഹ്, ഞങ്ങളുടെയും മക്കളുടെയും ഹൃദയത്തിൽ നിന്നോടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുമുള്ള ഇഷ്ടം അങ്ങേയറ്റം നീ ഇട്ടു തരണമേ യാ റബ്ബേ. യാ അല്ലാഹ്, നീ ഞങ്ങളെയും മക്കളെയും എല്ലാവരെയും പ്രൊട്ടക്ട് ചെയ്യണേ യാ റബ്ബേ. യാ അല്ലാഹ് യാ ഖവി, ഞങ്ങളുടെ പെൺമക്കളെ പ്രൊട്ടക്ട് ചെയ്യണമേ യാ റബ്ബേ. യാ അല്ലാഹ്, അവർക്ക് നല്ല രീതിയിൽ വസ്ത്രം ധരിക്കാനുള്ള ഒരു തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ യാ റബ്ബേ. യാ അല്ലാഹ്, അവരെ നീ ശക്തിപ്പെടുത്തണമേ. അവർക്ക് ശരിയായ രീതിയിൽ തലമറക്കാനും ലൂസായ വസ്ത്രങ്ങൾ ധരിക്കാനുമുള്ള ആ ഒരു ശക്തി, നിനക്ക് വേണ്ടിയിട്ട് കവർ ചെയ്യാനുള്ള ആ ഒരു ശക്തി നീ കൊടുത്ത് അനുഗ്രഹിക്കണമേ യാ റബ്ബേ. അവരിൽ നിന്റെ റഹ്മത്ത് ഉണ്ടാവണമേ യാ അല്ലാഹ് യാ ഫത്താഹ്. നല്ല വഴികൾ നീ അവർക്ക് തുറന്നു കൊടുക്കണമേ യാ റബ്ബേ. യാ അല്ലാഹ്, എല്ലാ പെൺകുട്ടികളും നിന്റെ സൃഷ്ടികളാണല്ലോ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉമ്മത്താണല്ലോ. അവരെ നീ ശക്തിപ്പെടുത്തണമേ യാ റബ്ബേ. യാ അല്ലാഹ്, ഞങ്ങളുടെ ആൺമക്കളെയും നീ ഉമ്മത്തിന്റെ ആൺമക്കളെയും പ്രൊട്ടക്ട് ചെയ്യണമേ യാ റബ്ബേ. അവരിലുള്ള തെറ്റായ ശീലങ്ങൾ നീ മാറ്റി കൊടുക്കണമേ യാ റബ്ബേ. അവർക്കും ശരിയായ രീതിയിൽ വസ്ത്രം ധരിക്കാനുള്ള ഒരു തൗഫീഖ് കൊടുത്ത് അനുഗ്രഹിക്കണം യാ റബ്ബേ. യാ അല്ലാഹ്, ഞങ്ങൾ പ്രോമിസ് ചെയ്യുന്നു, ഇനി എല്ലാവരും നല്ലൊരു ഉമ്മയും ബാപ്പയും ആവും എന്നുള്ളത് ഞങ്ങൾ ശ്രമിക്കും എന്നുള്ളത് ഞങ്ങൾ പ്രോമിസ് ചെയ്യുന്നു യാ റബ്ബേ. നീ ഞങ്ങളെ ശക്തിപ്പെടുത്തണം യാ റബ്ബേ. യാ അല്ലാഹ്, നിനക്ക് വേണ്ടി മാത്രമാണ് ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തത് യാ അല്ലാഹ്. ലൈഫ് ചേഞ്ച് ആക്കി തരണമേ യാ റബ്ബേ. യാ അല്ലാഹ്, നീയാണ് പറഞ്ഞത് ഉദ്ഉസ്തജീബു ലക്കും. നീയാണ് പറഞ്ഞത് എന്നോട് ദുആ ചെയ്യ്, ഞാൻ ഉത്തരം നൽകാമെന്ന്. നീയാണ് പറഞ്ഞത് എന്നെ വിളിക്ക്, ഉത്തരം നൽകാമെന്ന് റബ്ബേ. നീ ഞങ്ങളെ കൈവിട്ടാൽ ഞങ്ങൾക്ക് പോകാൻ വേറെ ഒരിടവും ഇല്ലല്ലോ യാ റബ്ബേ. അതുകൊണ്ട് യാ റബ്ബേ, ഉത്തരം താ, ഉത്തരം താ, ഉത്തരം താ. അൻതൽ ഖരീബ് അൻതൽ മുജീബ് യാ അർഹമർ റഹീമീൻ. ഉത്തരം താ. നിന്റെ തൃപ്തി ഞങ്ങളിൽ എല്ലാവരിലും ഉണ്ടാവണേ യാ റബ്ബേ. ഞങ്ങളുടെ മക്കളെ എല്ലാവരെയും ശരിയായ രീതിയിൽ വളർത്താനുള്ള ഒരു തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം യാ റബ്ബേ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന്റെ ലീഡേഴ്സ് ആക്കി തന്നെ വളർത്താനുള്ള ഒരു തൗഫീഖ് നീ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണം യാ റബ്ബേ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതുബു അലൈക്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി മാമുമായിട്ട് എന്തെങ്കിലും സംസാരിക്കാനോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ മതി. ഇൻഷാ അല്ലാഹ്.
ഡൗട്ട്സ് ഒന്നും ഇല്ല. സംസാരിച്ചോളൂ ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. മക്കളെ കുറിച്ചുള്ള ക്ലാസ് വളരെ ഉപകാരപ്രദമായിരുന്നു. ഇൻഷാ അല്ലാ അതുപോലെ ആവാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ മക്കള് തമ്മിൽ ഭയങ്കര സ്കൂളിട്ട് വന്നാൽ ഭയങ്കര തല്ലാണ്. നമ്മൾ എത്ര പറഞ്ഞാലും തീരെ അനുസരണ ഇല്ലാന്ന്. അപ്പൊ അതിനെന്താ ചെയ്യാ? നമ്മള് കുറെ ദേഷ്യപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. പിന്നെ നല്ലപോലെ പറഞ്ഞാലും കുറച്ച് സമയത്തിനൊക്കെ ഒതുങ്ങിയിരിക്കും, പിന്നെ വീണ്ടും തല്ലന്നെ. അവനെ ഒന്നങ്ങോട്ട് തോണ്ടി മറ്റാൾ അങ്ങോട്ട് വീച്ചിന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും സ്കൂളിട്ട് വന്നാ പിന്നെ ഫുള്ള് വഴക്കാണ് രണ്ടാളും. ഇത് അങ്ങനെയുള്ള സംഭവം കുട്ടികളെ എന്താന്ന് വിചാരിച്ചാല് പൊതുവെ എല്ലാ വീടുകളിലുള്ളതാണ് സിബ്ലിങ്സ് തമ്മിലുള്ള ഫൈറ്റ് എന്ന് പറഞ്ഞാൽ. ജസ്റ്റ് ആലോചിച്ച് നോക്കിയാൽ മതി, ഈ ലോകത്തെ ഫസ്റ്റത്തെ തെറ്റെന്താണ് നടന്നത്? ഈ ലോകത്തിലുള്ള ഫസ്റ്റത്തെ തെറ്റ് ആ എന്താണ് കാബേലും അവർ തമ്മിലുള്ള ബ്രദേഴ്സ് ആയിരുന്നു അല്ലെ? ബ്രദേഴ്സ്. അവർ മീൻസ് ഇത് ഫസ്റ്റ് മുതൽ നടന്ന അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നമുക്ക് കാണിച്ചു തന്നത്. ഇവിടെയാണ് ഫസ്റ്റ് ഫൈറ്റ് വരാന്നുള്ളത്. അപ്പൊ അവിടെ ഹിക്മത്തോട് കൂടി ഡീൽ ചെയ്യാന്നുള്ളത്, ചെറുതിലേ ആ ഒരു ഡീലിങ് വരണം എന്നുള്ളതാണ്. ഇതില് ചില പണ്ഡിതന്മാരൊക്കെ പറയും എന്താന്ന് വെച്ചാല്, കുട്ടികൾ ഫൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് അവർ ഇരുന്നുമായിട്ട് മെയിൻ ആയിട്ടുള്ള കാര്യം കുട്ടികളുടെ കേസ് വരുന്ന സമയത്ത്, നമ്മൾ ഈ കുട്ടികൾ അടികൂടുന്ന സമയത്ത് എന്തിനാണ് നീ അങ്ങനെ ആക്കുന്നത്, എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറയുന്നതിന്റെ പകരം ജസ്റ്റ് ഒന്ന് ഇരുന്ന് സംസാരിച്ചിട്ടുണ്ടോ നിങ്ങള്? ഞാൻ പറയുന്നത് ഒഫീഷ്യലി നമ്മൾ മീറ്റിംഗ് വെക്കുമല്ലോ. നമ്മളിപ്പോ ഒരു മീറ്റിംഗ് ഉണ്ടെങ്കിൽ നമ്മൾ ഇരുന്ന് സംസാരിക്കുമല്ലോ. എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, എനിക്ക് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇരുന്ന് സംസാരിക്കലുണ്ടല്ലോ. അത് ഇല്ല, ചെയ്തിട്ടുണ്ടോ? അങ്ങനെ സംസാരിക്കില്ല. അവര് വഴക്ക് കൂടുന്ന സമയത്ത് ആ അവരോട് ഇങ്ങനെ നല്ല രീതിയിലൊക്കെ പറഞ്ഞു കൊടുക്കും, അങ്ങനെ ചെയ്യരുത്, നിങ്ങൾ രണ്ടാളും ബ്രദറും നമ്മള് സിസ്റ്റർ അല്ലേ. നമ്മള് വഴക്ക് കൂടുന്ന സമയത്ത് അവരോട് എന്ത് പറഞ്ഞാലും അവർ ജസ്റ്റ് ഇതിലോട്ട് കേട്ടിട്ട് അതിലോട്ട് വിടും. കാരണം അവർക്ക് മെയിൻ ഫോക്കസ് ആ വഴക്കിലേക്ക് മാത്രമാണ്. മെയിൻ ആയിട്ട് കുട്ടികളുടെ പകുതി പ്രശ്നവും അവരോട് ഇരുന്ന് സംസാരിച്ചാൽ തീരാവുന്നത് മാത്രമാണ്. ജസ്റ്റ് അവരോട് പറയാം, എനിക്ക് സീരിയസ് ആയിട്ട് നിങ്ങളോട് സംസാരിക്കാനുണ്ട്, എനിക്ക് സീരിയസ് ഓരോ കുട്ടീനെ വിളിക്കുക, എന്നിട്ട് റൂം പൂട്ടുക, ഡോറ് ലോക്ക് ചെയ്യുക, എന്നിട്ട് ആ കുട്ടിയുടെ കൈയൊക്കെ ഒന്ന് പിടിച്ചിട്ട് ചോദിക്കുക എന്താണ് പ്രശ്നം, എന്തിനാണ് ഇതിങ്ങനെ വഴക്ക് കൂടുന്നത്. അവരുടെ മൈൻഡിൽ വേറെ എന്തൊക്കെ ഉണ്ടാവുമായിരിക്കും, എല്ലാം അവർ പുറത്തേക്കോട്ട് വരും, ഉറപ്പാണ്. പകുതി പ്രശ്നം നമ്മൾ സംസാരിക്കാത്തതിനുള്ള പ്രശ്നങ്ങൾ മാത്രമാണ്. അപ്പൊ അവർക്ക് എങ്ങനെ അഡ്വൈസ് കൊടുക്കണ്ടേ? നമ്മള് ഇപ്പൊ എന്താ പറഞ്ഞു? ഇല്ല, ആദ്യം അഡ്വൈസും കാര്യങ്ങളും ഒന്നും ചെയ്യണ്ട. ആദ്യം അവർ എന്താ പറയുന്നത് നോക്കുക. അവർ എന്താ കാര്യങ്ങൾ പറയുന്നത്, അവരുടെ മൈൻഡിൽ എന്താ ഉള്ളത് എന്ന് ആദ്യം നോക്കുക. എന്നിട്ട് ആ കാര്യങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് അവരോട് തന്നെ ചോദിക്കുക, ഇത് എങ്ങനെ നമുക്ക്, ഓക്കെ എനിക്ക് നിന്നെ ഹെൽപ്പ് ചെയ്യണം എന്നുണ്ട്, എങ്ങനെ നമുക്കിത് മാറ്റുക. കാരണം ഇതിങ്ങനെ കാലാകാലം മുന്നോട്ട് പോയാൽ ശരിയാവൂല. ഫസ്റ്റത്തെ തെറ്റും ഇത് തന്നെയാ സംഭവിച്ചത്. അപ്പൊ എനിക്ക് ടെൻഷനാണ്. പക്ഷെ നമുക്ക് ഒന്നിച്ചിരുന്നിട്ട് ഒരു ടീം വർക്ക് പോലെ നമുക്കിത് എങ്ങനെ മാറ്റാം, നമുക്ക് നോക്കാലോ. അപ്പൊ അവരായിട്ട് തന്നെ പല ഐഡിയകളും പറയും. അവര് ഒരാള് പറയും, മറ്റുള്ള കുട്ടികൾ അങ്ങനെ പറയും, അവൾ എന്നെ അങ്ങനെ ചെയ്തിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്, അങ്ങനൊക്കെ ഇല്ല, അത് സംസാരിക്കുമ്പോ പറഞ്ഞോട്ടെ. അങ്ങനെ പറയും. അത് സംസാരിക്കുമ്പോ അങ്ങനെ പറഞ്ഞോട്ടെ. എന്നിട്ട് ചോദിക്കാൻ, ഓക്കെ അവൾ അങ്ങനെ ചെയ്തു, എന്നിട്ട് നീ എന്ത് ചെയ്തു? അപ്പൊ രണ്ടാളും ഒരുപോലെ തന്നെ ആയില്ല. അവള് ചെയ്തപ്പം നീ ചെയ്തു, ഓക്കെ ഇനി നമുക്ക് ഇരുന്ന് സംസാരിക്കാം. ആദ്യം ഒരാള് വിളിക്കുക, എന്നിട്ട് മറ്റേ വിളിക്കുക, എന്നിട്ട് രണ്ടാളെ ഒന്നിച്ചിരുത്തിയിട്ടൊന്ന് സംസാരിക്കുക. മെയിനായിട്ട് എല്ലാ പ്രശ്നങ്ങളും തീരും. കുട്ടികൾ എന്ന് പറഞ്ഞാല് പൊതുവെ കൗൺസിലേഴ്സും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാല്, കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം കൊണ്ടുവന്നാല് നമ്മൾ ആദ്യം സംസാരിക്കുക പാരന്റ്സിനോടാണെന്ന്. കാരണം കുട്ടികളൊക്കെയാണ്, കുട്ടികളോട് സംസാരിച്ചാല് ശരിക്കും ഇരുന്ന് നമ്മുടെ പ്രശ്നം നമ്മൾ ശരിക്കും ഇരുന്ന് സംസാരിക്കൂല. നമ്മൾ ആ സമയത്ത് ഒരു ഒച്ച എടുക്കും, നീ എന്താണ് അങ്ങനെ ആക്കുന്നത്, നീ എന്താ ഇങ്ങനെ ആക്കുന്നത് എന്നൊരു ഒച്ച എടുക്കും. നേരെ മറിച്ച് ശരിക്കും ഒരു മീറ്റിംഗ് പോലെ അവിടെ ഇരുന്ന് കൈയൊക്കെ പിടിച്ചൊന്ന് ഇരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് വരാം, ഇനി എന്ത് ചെയ്യണം എന്നുള്ളത്. പിന്നെ ഈ ഫോൺ കാണല് കുറച്ച് കൂടുതലാണ്. അത് കുറച്ച് ടൈം കൊടുക്കുള്ളൂ, എന്നാലും പിന്നെ അങ്ങനെ ചോദിച്ച് ഫോൺ കാണലിന്റെ സംഭവം എന്താന്ന് വെച്ചാൽ, അത് അതിനോട് എനിക്ക് അത്ര പറയാൻ പറ്റില്ല. കാരണം പാരന്റ്സ് ആണ് ഫോൺ കൊടുക്കുന്നത് അല്ലേ, കുട്ടികൾക്ക് സ്വന്തമായിട്ട് ഫോണില്ലല്ലോ. നമ്മൾ വല്ലാതെ ശല്യപ്പെടുത്തുമ്പോ കൊടുക്കണേണ്. അത് തന്നെ, അതാണ് പ്രശ്നം. എത്ര ശല്യപ്പെടുത്തിയാലും എത്ര ഇതാക്കിയാലും നമ്മൾ പാരന്റ്സ് കൊടുക്കാൻ പാടില്ല. ഫോൺ എന്ന് പറഞ്ഞ സംഭവമേ കുട്ടിയുടെ ലൈഫിൽ ഉണ്ടാവാൻ പാടില്ല. ഒരു പ്രായത്തിൽ കഴിഞ്ഞാൽ മാത്രം. പിന്നെ പറയുന്ന ഒരു കാരണം എന്റെ ഗ്രൂപ്പ് ഒന്ന് നോക്കട്ടെ സ്കൂളത്തെ പറഞ്ഞിട്ടാ വാങ്ങല്. ഗ്രൂപ്പ് നോക്കാൻ കൊടുത്തു, അത് കഴിഞ്ഞ പാടന്നെ എനിക്ക് തരണം എന്ന് പറയണം.
അങ്ങനെ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് നിക്കണല്ലേ ഫോൺ കാണുന്ന ഈ ഫോണിന്റെ കേസിൽ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് നിന്നേ പറ്റുള്ളൂ. കാരണം ആ കുട്ടിയുടെ നല്ലതിന് വേണ്ടിയിട്ട് നമ്മൾ വിചാരിക്കും അയ്യോ എന്നെ ഇടങ്ങാറൊക്കെ എന്റെ പണി തീരൂല. അങ്ങനെ കുട്ടികളെ മോശമാക്കിയിട്ടുള്ള ഒരു പണി തീരലും നമുക്ക് വേണ്ട. നമ്മളെ വീട്ടിൽ ഇതാണ് റൂൾ എന്നുള്ളത് കുട്ടികൾ ചെറുതിലേ അറിഞ്ഞിരിക്കണം. നമ്മളെ വീട്ടിൽ ഇതാണ് റൂള്. ഫോൺ എന്ന് പറഞ്ഞ സംഭവം കുട്ടികൾക്കില്ല. അതിപ്പോ എന്ത് വന്നാലും ശരി. അവർക്ക് സ്ക്രീൻ ടൈം വേണമെങ്കിൽ ലാപ്ടോപ്പിൽ നോക്കാം. ലാപ്ടോപ്പിൽ വാട്സപ്പ് കയറ്റിട്ട് അവർക്ക് ഗ്രൂപ്പ് വാട്സപ്പിൽ ലാപ്ടോപ്പിൽ നോക്കിയാൽ മതിയല്ലോ. ലാപ്പില് പിന്നെ അല്ലെങ്കിൽ ഗെയിം കളിക്കാന് ടാബ് അങ്ങനെയൊക്കെ കൊടുത്തൂടെ? ടാബ് കൊടുക്കാം. പക്ഷെ അതിനൊരു ടൈം കൊടുക്കണം നിങ്ങൾ. 1 hour അല്ലെങ്കിൽ ഹാഫ് ആൻ അവർ. അതിന്റെ അപ്പുറത്ത് ഇപ്പുറത്തും പോകാൻ പാടില്ല. ഇതിന്റെ കാര്യത്തിലൊക്കെ സ്ട്രിക്റ്റ് ആയിട്ടേ പറ്റുള്ളൂ, അല്ലാതെ നടക്കൂല. കാരണം അത് ചെറുതിലേ അതാണ് ആ നമ്മൾ കുട്ടിക്ക് ഇങ്ങനെ ആ ഒന്ന് ഒരു സ്ട്രിക്ട്നെസ് മയം കണ്ടില്ലെങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല. പിന്നെ അവര് നമ്മളടുന്ന് സംഭവം കിട്ടും എന്താന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വെച്ചാല് അതിനായിട്ട് നിക്കണത്. സംഭവം എന്താന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഫോണിങ് കൊടുക്കും. എന്നിട്ട് പിന്നെ കുറെ കഴിഞ്ഞിട്ട് പറയും എന്റെ മോന് ഫുൾ ടൈം ഫോണിലാണെന്നുള്ളത്. കുറെ കഴിഞ്ഞിട്ട് പിന്നെ അവന്റെ ഫോൺ പിടിച്ചേറ്റാ നോക്കിയാൽ അത് കുറച്ച് ഭയങ്കര പാടുള്ള കാര്യമാണ്. നേരെ മറിച്ച് ചെറുതിലേ ഇല്ല ഈ വീട്ടിൽ ഈ ഫോൺ കുട്ടിക്ക് കൊടുക്കൂല, അതാണ് റൂൾ എന്നുള്ളത് ആ കുട്ടി ചെറുതിലേ മനസ്സിലാക്കി കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. നമ്മളാണ് അതിന്റെ കാരണം. ഫോൺ കൊടുക്കുന്ന കാരണമൊക്കെ നമ്മൾ തന്നെയാണ്. കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ശരി ജസാക്കല്ലാഹു ഖൈറൻ. ഇനി അടുത്ത ആളിലോട്ട് പോവാൻ കേട്ടോ. ഇൻഷാല്ലാ അൺമ്യൂട്ട് ചെയ്തോളൂ. അസ്സലാമു അലൈക്കും സംസാരിച്ചോ. വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും സ്സലാം. അന്ന് ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞിട്ടില്ലായിരുന്നോ ആൺകുട്ടികളെ പ്യൂബർട്ടി ടൈം ആൺകുട്ടികൾക്ക് വേണ്ട അഡ്വൈസ് ഒക്കെ കൊടുക്കണം എന്ന്. അപ്പോൾ ഗേൾസിന്റെ ആകുമ്പോൾ നമുക്ക് നമ്മളിൽ വന്ന മാറ്റങ്ങൾ ഇതൊക്കെ വെച്ചിട്ട് കുട്ടികൾക്ക് അഡ്വൈസ് കൊടുക്കാൻ പറ്റും. പക്ഷേ ബോയ്സിൻ്റെ എങ്ങനെയാണെന്ന് ഒന്ന് ജസ്റ്റ് പറഞ്ഞു തരാൻ പറ്റുമോ? ബോയ്സിന്റെ കേസ് ഒന്നെങ്കിൽ അങ്ങനത്തെ ക്ലാസ്സുകൾ നോക്കാം. ഞാൻ പേഴ്സണലി ബോയ്സിന് ക്ലാസ് എടുക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ട് അറിവില്ല എന്നാണെങ്കിൽ ക്ലാസ് എടുക്കുന്ന ആൾക്കാരിലേക്ക് അവരെ റെഫർ ചെയ്യാം. വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. ഇതിനൊക്കെ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. നമ്മൾ നമ്മളെ ഹസ്ബൻഡിനോട് ചോദിക്കുക എങ്ങനെയാണ് സംഭവം, എന്താണ് സംഭവം ഇത് എന്നുള്ളത്. നിങ്ങൾക്ക് ഓക്കെ. പ്രായപൂർത്തി എത്തുന്ന സമയത്ത് എന്താണ് സംഭവിച്ചത് എന്നുള്ളത്. ഇപ്പൊ ഞാൻ പേഴ്സണലി എനിക്ക് മക്കളില്ല. അപ്പൊ പേഴ്സണലി ഞാൻ നോക്കിയ എന്താന്ന് വെച്ചാൽ ഇതിനെ പറ്റിയിട്ട് ആദ്യം ഒന്ന് പഠിച്ചു. പിന്നെ ഞാൻ ചോദിക്കുന്നത് എന്റെ ഹസ്ബൻഡിനോടും എന്റെ വീട്ടിലുള്ള ആൺകുട്ടികളോടുമാണ് എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത് എന്നുള്ളത്. ആ ഓക്കെ ഓക്കെ. ജസാക്കല്ലാഹു ഖൈറൻ. ഇനി ഇൻഷ അൺമ്യൂട്ട് ചെയ്തോളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി. വളരെ ഉപകാരമായുള്ള ഒരു ക്ലാസ് ആയിരുന്നു. ഇൻഷാ അല്ലാഹ് അതിൽ തന്നെ ജസാക്കുമുല്ലാഹ് ഖൈറ. പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ കുട്ടികളുടെ കോസ്മെറ്റിക് ഉപയോഗം, അതുപോലെ തന്നെ അവരുടെ ഡ്രസ്സിങ്, അതൊക്കെ ഇപ്പോൾ നമ്മളൊരു വിവാഹത്തിന് പോകുകയാണെങ്കിലും അവർക്കൊരു ഉത്തമ ഉദാഹരണമായിട്ട് ഒരു വിവാഹ കാര്യങ്ങൾ ഒന്നും നമുക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയില്ല. ദീനീപരമായിട്ട് ഇപ്പോൾ ഇങ്ങനെയാണ് ശരിക്കും യഥാർത്ഥമായിട്ടുള്ള വിവാഹങ്ങൾ എന്ന് പറഞ്ഞിട്ട് മക്കൾക്ക് നമുക്ക് സൊസൈറ്റിക്ക് ഇറങ്ങുമ്പോൾ ഒരു ഉദാഹരണമായിട്ട് ഒരു വിവാഹങ്ങളോ അങ്ങനത്തതൊന്നും നമുക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയില്ല. അത് വളരെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അങ്ങനത്തെ വിവാഹങ്ങളൊന്നും നമ്മുടെ കുടുംബത്തിൽ കഴിയണില്ല. പക്ഷെ നമ്മളെക്കാൾ വൾഗറായിട്ടാണ് അവരുടെ ഡ്രസ്സിങ്ങും അതുപോലെ തന്നെ അവരുടെ വിവാഹ കാര്യങ്ങളൊക്കെ. അപ്പൊ നമുക്കൊരു കുട്ടികൾക്ക് ഒരു എക്സാമ്പിൾ ആയിട്ടൊന്നും കാണിച്ചു കൊടുക്കാൻ സമൂഹത്തിൽ കാണുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ ഇനിയിപ്പോ അവരൊക്കെ ഇടുന്നുണ്ട് അപ്പൊ എനിക്ക് ഇട്ടൂടെ, അവരൊക്കെ അങ്ങനെയല്ലേ ഡ്രസ്സ് ചെയ്യുന്നെന്ന് പറഞ്ഞപ്പോ ഈ കോസ്മെറ്റിക്സ് ആണെങ്കിലും എന്നാലും നിങ്ങളുടെ ആഗ്രഹം തീരാന് വീട്ടിൽ നിന്ന് ഇട്ടോളി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇപ്പൊ പക്ക അങ്ങനെ അങ്ങോട്ട് എതിർക്കാതെ വീട്ടിൽ നിന്ന് ഇടാൻ വേണ്ടിയിട്ട് കൊടുക്കും. പക്ഷെ അവരത് അങ്ങനെ ഇട്ട് ശീലായാല് പിന്നെ പുറത്തു പോകുമ്പോഴും വീണ്ടും ഇടുകയാണ്. അപ്പൊ അവർക്ക് എന്താണ് നമ്മൾ ഉപദേശമായിട്ട് കൊടുക്കേണ്ടത്? അപ്പൊ അവർക്ക് സൊസൈറ്റിയിലൊന്നും കാണിച്ചു കൊടുക്കാൻ കഴിയില്ല അങ്ങനത്തെ വിവാഹങ്ങളോ അങ്ങനത്തെ ഇതുങ്ങളും. അവര് ഇറങ്ങണ സ്കൂൾ ജീവിതമാണെങ്കിലും സ്കൂളിലെ കുട്ടികളാണെങ്കിലും അവരെക്കാളിലേറെ അങ്ങനെയുള്ള ഡ്രസ്സിങ്ങും ഇതൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പൊ അവരതിന്ന് വിട്ടു നിൽക്കുമ്പോൾ അവരങ്ങനത്തെ സൊസൈറ്റിക്ക് ഇറങ്ങാനുള്ള ഒരു മക്കളല്ല. അപ്പൊ അവർ ഒറ്റപ്പെടുകയാണ്. അപ്പൊ അതില് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ട്. അതിന് എന്താ നമുക്ക് ചെയ്യാൻ കഴിയുക? ഇതിന്റെ ഒറ്റ ഉത്തരം എന്ന് പറഞ്ഞാൽ നമ്മുടെ രണ്ടാമത്തെ സെഷന് മാത്രമാണ് ഇമോഷണൽ ബിൽഡിംഗ് ബ്ലോക്ക്. അത് ചെറുതിലേ അത് നമുക്ക് ഫിക്സ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ, കാരണം നമുക്ക് സൊസൈറ്റി ഒരു എക്സാമ്പിൾ ആക്കിയിട്ട് ഒരിക്കലും എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ എക്സാമ്പിൾ ആയിട്ട് കുട്ടിക്ക് കണ്ടാലും മാത്രം മതി നമ്മൾ എങ്ങനെയാണെന്നുള്ളത്. പക്ഷെ
നമ്മൾ എങ്ങനെയാന്ന് കണ്ടാലും ആ ഒരു ഇമോഷണൽ ബിൽഡിംഗ് ബ്ലോക്ക് ഇല്ലെങ്കിൽ ആ കുട്ടിക്ക് അതൊന്നും വലിയ എഫക്റ്റ് ഇല്ല. നമ്മൾ എത്ര കവർ ചെയ്ത് നടന്നാലും. എത്രയോ ആൾക്കാർ നമ്മൾ കണ്ടിട്ടില്ലേ, ഉമ്മമാർ ഫുള്ള് നിക്കാവും അതൊക്കെ ആയിരിക്കും, പക്ഷെ കുട്ടി ഫുള്ള് ഫാഷനും അതിലായിരിക്കും ഉണ്ടാവുക. ഉം ഉം കാരണം എന്താ, അവിടെ ആ ഒരു ഇമോഷണൽ ബിൽഡിംഗ് ബ്ലോക്ക് അവിടെ വന്നില്ല. ഉം നമ്മൾ അത്രത്തോളം ചെറുതിലേ കുട്ടികളെ ആ പറഞ്ഞ് പഠിപ്പിച്ചിട്ട് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തിനാണ് നമ്മൾ കവർ ചെയ്യുന്നത് എന്നുള്ളത്. ഉം. എന്തിനാ നമ്മൾ ഇപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, എന്തിനാണ് നമ്മൾ കവർ ചെയ്യുന്നത്? എന്താ നിങ്ങൾ കുട്ടിയൊക്കെ പറഞ്ഞു കൊടുക്കുക? നമ്മളോട് അള്ളാഹു റസൂലൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ്. പിന്നെ അതല്ല, നമ്മൾ അങ്ങനെ കവർ ചെയ്താതെ നടന്നിട്ടുണ്ടെങ്കിൽ പല ആപത്തുകളും നമുക്ക് സമൂഹത്തിൽ നിന്ന് നേരിടാനുണ്ടാവും. പിന്നെ നമ്മൾ ഖുർആനും സുന്നത്തൊക്കെ അനുസരിച്ച് നമ്മളോട് അള്ളാഹു റസൂലൊക്കെ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് അങ്ങനെ പറഞ്ഞു കൊടുക്കും. എന്നാല് അത് മെച്ചൂർഡായ ആൾക്കാർക്ക് മാത്രം വേണ്ട കാര്യം, കുട്ടിക്ക് ഇങ്ങനത്തൊന്നും കേൾക്കേണ്ട ഒരു ആവശ്യമില്ല. അധികം ചെറിയ ആൾക്കാരോട് ഞാൻ ചോദിക്കുന്ന സമയത്ത് അവർ പറയും, എന്തിനാ വസ്ത്രം ധരിക്കുന്ന അത് ഉമ്മയും ഉപ്പയും പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇതാവുമല്ലോ ദീന. ഞാൻ കുട്ടികളോട് സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞ കാര്യമാണത്. അപ്പൊ ഞാൻ പറഞ്ഞെടുത്തല്ല, ഇതൊന്നുമല്ല. എന്തിനാ കവർ ചെയ്യുന്നതെന്ന് വിചാരിച്ചാല്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നിങ്ങൾക്ക് അത്രയും ഭയങ്കര വിലപിടിപ്പുള്ള സാധനമാണ് സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ, അത്രയും വാല്യൂ ഉള്ളതാണ്. ജസ്റ്റ് ഞാൻ എന്നും പറയുന്ന ഒരു കാര്യമാണ്, നമ്മള് കുട്ടികളോട് ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ് ഈ പേൾ ഉണ്ടാവല്ലോ, മുത്ത് പേള്. ഉം അത് എവിടെ ഉണ്ടാവുക? അപ്പൊ കുട്ടികൾ പറയും ഷെല്ലിന്റെ ഉള്ളില്, നല്ല ഷെല്ലിന്റെ ഉള്ളിലല്ലേ ഉണ്ടാവുക എന്നുള്ളത്. ഞാൻ ചോദിക്കും ഈ ഷെല്ല് എവിടെയുള്ളത്? ഷെല്ല് കടലിന്റെ ഉള്ളില്. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ നിങ്ങൾ തന്നെ നോക്കിയാൽ മതി, ഏത് പ്രഷ്യസ് ആയ സാധനം കവേർഡ് ആയിട്ട് മാത്രമാണ് ഉള്ളത്. സാധാ കല്ലുകളെ നമുക്ക് റോഡുമിൽ കാണാൻ പറ്റും, പക്ഷെ എന്ത് പ്രഷ്യസ് ആയ സാധനം അത് കവേർഡ് ആയിട്ട് മാത്രമാണ് ഉള്ളത്. അപ്പൊ അള്ളാഹ്ക്ക് നിങ്ങള് എന്ന് പറഞ്ഞാല് ഭയങ്കര പ്രഷ്യസ് ആണ്, ഭയങ്കര വിലപിടിപ്പുള്ള ഒരു സംഭവമാണ് നിങ്ങൾ. അപ്പൊ അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ കവേർഡ് ചെയ്യാൻ പറഞ്ഞത്. ആ സമയത്ത് അവർക്ക് തന്നെ ഒരു ഫീലിംഗ് ആണ്, ഓക്കെ ഞാൻ പ്രഷ്യസ് ആയത് കൊണ്ടാണല്ലേ എന്നുള്ളത്. പക്ഷെ അതിനൊരു ടൈം എടുക്കും വരാൻ വേണ്ടിട്ട്. കാരണം ചെറുതിലെ ഒരു ട്രെയിനിങ് കൊടുക്കാത്ത വീടുകളാണെങ്കിൽ, ഇപ്പം ചെറുതിലെ ഒരു 8-9 വയസ്സാകുമ്പോഴത്തേക്ക് പൂർണ്ണമായ ആ ഒരു ഹിജാബ് ആ ഒരു ഇതിലേക്ക് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് ടൈം എടുക്കും. ജസ്റ്റ് മനസ്സിലാക്കണം, ഈ ഹിജാബ് ധരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ടഫായ കാര്യമാണ് ഒരു പെൺകുട്ടിക്ക്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഭയങ്കര ടഫ് എന്ന് പറഞ്ഞാൽ. കാരണം അവർ സ്കൂളിൽ അങ്ങനത്തെ കാണുന്നുണ്ട്, ഇപ്പൊ നിങ്ങൾ പറഞ്ഞ കല്യാണത്തിൽ അങ്ങനത്തെ കാണുന്നുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ വിട്ട് മാറി ഇതിലേക്ക് വരിക എന്ന് പറയുന്നതിന് ഭയങ്കര പാടാണ്. ഭയങ്കര പാടെന്ന് പറഞ്ഞാൽ ചെറിയ പാടെന്നല്ല, ഒറ്റയടിക്ക് അവർ നന്നാവൊന്നും ചെയ്യൂല. അതിന് ചെറിയ എഫേർട്ട് അല്ല, വലിയ എഫേർട്ട് എടുക്കണം. പക്ഷെ അതും ഹിക്മത്തോടു കൂടി മാത്രം ഡീൽ ചെയ്യണം. ആ കുട്ടികളോട് ഏത് രീതിയിൽ സംസാരിക്കണം, എങ്ങനെ സംസാരിക്കണം. ഒറ്റയടിക്ക് ആ കുട്ടി ഫുള്ള് നന്നായിട്ട് ഫുള്ള് ഹിജാബ് ഇട്ട് നിഖാബ് ഇട്ടിട്ട് അങ്ങനെ വേറൊന്നും ചെയ്യൂല. പ്രോപ്പർ ആയിട്ട് ശരിയായ ഒരു ഇമോഷണൽ ബിൽഡിംഗ് ബ്ലോക്ക് ഒക്കെ കൊണ്ടുവന്ന്, ഓക്കെ അവരോടും ഇപ്പം ഇതിന്റെ അടുത്ത് ഇപ്പൊ എനിക്ക് പാരന്റ് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് എന്റെ മോക്ക് ഹിജാബ് ഇടാൻ വേണ്ടിട്ട് ഇപ്പൊ ഒരു ടൈം എടുക്കുന്നുണ്ട്, എനിക്ക് പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അവളുമായിട്ടൊന്ന് ഇരുന്ന് സംസാരിക്കുക, കാരണം എന്താണ്, അവളായിട്ടൊന്ന് ഇരുന്ന് കൈയൊക്കെ പിടിച്ചൊന്നിരുന്ന് സംസാരിക്കുക, എന്തുകൊണ്ടാണ് നിനക്ക് പറ്റാത്തത് എന്നുള്ളത്. അപ്പൊ ആ സമയത്ത് ആ കുട്ടി പറഞ്ഞത്, കാരണം എന്റെ സ്കൂളിലെ കുട്ടികൾ പറയുന്നത് ഹിജാബ് ഇടാൻ എടുക്കുമ്പോഴാണ് എന്നെ കാണാൻ സ്റ്റൈൽ എന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ ഓക്കെ, അവക്ക് കുറച്ച് നല്ല ഒരു ഹിജാബ് വാങ്ങിക്കൊടുക്കുക. ഓൾറെഡി എന്നും ബ്ലാക്കും വൈറ്റ് ഹിജാബ് ആയിട്ടുള്ള കുറച്ചും കൂടി നല്ലൊരു ഹിജാബ് വാങ്ങിക്കൊടുക്കാൻ വേണ്ടി. ഇതൊക്കെ ഒരു ട്രെയിനിങ് പീരീഡ് ആണ്. അറ്റ് ലാസ്റ്റ് അവർ കുറച്ച് മനസ്സിലാക്കാൻ തുടങ്ങി കഴിയാൻ. ഇപ്പൊ നമ്മൾ തന്നെ ഹിജാബിന്റെ വാല്യൂ ഇതൊക്കെ മനസ്സിലാക്കുന്നത് എപ്പോഴാണ്? ഓക്കെ, അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെ പറയുന്നത്, നരകമുണ്ട്, സ്വർഗമുണ്ട്, അതൊക്കെ നമ്മൾ ഖബറിൽ കിടക്കണം, ഇതൊക്കെ നമ്മളെ മൈൻഡിൽ ഉള്ളത് കൊണ്ട് മാത്രല്ലേ. പക്ഷെ ആ കുട്ടികളുടെ മൈൻഡിൽ ഇതൊന്നും അങ്ങനെ കിടക്കൂല. ആ കുട്ടികളുടെ മൈൻഡിൽ ഒന്നേം കളിക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ സ്കൂളത്തൊക്കെ പഠിക്കാനുണ്ട് കുറെ. ഇതൊക്കെയാണ് ഇവർക്ക്. ഇത് എന്ന് പറയുന്നത് വലിയ തലയിൽ പോകേണ്ട ഒരു കാര്യേ അല്ല. അപ്പൊ നമ്മൾ ഒന്നാമത്തെ കാര്യം ഇമോഷണൽ ബിൽഡിംഗ് ബ്ലോക്ക് എടുക്കുക, നല്ലോണം കുട്ടികളിൽ ആ ഒരു സ്നേഹം കൊണ്ടുവരിക, എന്നിട്ട് ഇരുന്ന് സംസാരിക്കുക, മെല്ലണം ടൈം എടുക്കുക. ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം, നമ്മൾ എല്ലാവരും മറന്നു പോകുന്ന ഒരു കാര്യമാണ് ദുആ ചെയ്യുക എന്നുള്ളത്. നമ്മളിൽ എത്ര ആൾക്കാർ ദുആ ചെയ്യുന്നുണ്ട് നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ട്? ഇപ്പൊ ഞാൻ ചോദിച്ച എല്ലാവരും പറയും ആന്ന് മാത്രമേ പറയുള്ളൂ. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, 24 മണിക്കൂറും ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ? നമ്മളെ മക്കളെ കാണുമ്പോഴൊക്കെയും യാ അല്ലാഹ് ഇവക്ക് നല്ലൊരു മാറ്റം കൊടുക്കണേ, അല്ലെങ്കിൽ തഹജ്ജുദിന്റെ സമയത്ത് എഴുന്നേറ്റിട്ട് ഒരു കുട്ടി കരയുന്നത് പോലെ കരഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്തിനോ, യാ അല്ലാഹ് എന്റെ മോളെ നീ നന്നാക്കി, എന്റെ മോളെ നീ പ്രോപ്പർ ആയിട്ടുള്ള ഹിജാബിലേക്ക് നാക്ക്, എനിക്ക് വേണം എന്റെ കുട്ടി, എനിക്ക് നിന്റെ മുന്നിൽ അത്രയും ഇതായിട്ട് വരണം എന്നുള്ളത്. അപ്പം ദുആ എന്ന് പറയുന്നുണ്ടല്ലോ, അത് സുബ്ഹാനല്ലാഹ്, അത് നിങ്ങളുടെ ലൈഫിൽ മിറാക്കിൾ കൊണ്ടുവരും. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തൊക്കെ. തഹജ്ജുദിന്റെ സമയത്ത് എഴുന്നേറ്റ് ഒരു കുട്ടി കരയുന്ന പോലെ, വാശി പിടിച്ച് കരയുന്നത് പോലെ അള്ളാന്റെ മുന്നിൽ നിന്ന് കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള വാതിൽ ഉറപ്പായിട്ടും തുറക്കും. കൂടെ തന്നെ നമ്മൾ എഫേർട്ട് എടുക്കുക.
ദേഷ്യം പിടിച്ച് പറയാതെ ആ ഒരു എഫേർട്ട് എടുത്തിട്ട് മെല്ലണ 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 ഇതാക്കുക. ഇൻഷാ അള്ളാ. അടുത്താണ് സംസാരിച്ചു. ഹലോ, അസ്സാം വലൈക്കും. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു. എന്റെ വോയിസ് ഓഡിബിൾ അല്ലേ? എനിക്ക് കോൾഡ് ആയതുകൊണ്ട്. അൽഹംദുലില്ലാ. ഇല്ല ഓടി. എന്റെ സിസ്റ്ററിന്റെ മോളെ കുറിച്ചിട്ടാണ് എനിക്ക് ഡൗട്ട് ചോദിക്കാറുള്ളത്. എനിക്ക് ചെറിയ മോളാണ്. അപ്പൊ സിസ്റ്ററിന്റെ മോൾക്ക് 11 വയസ്സായി. ഇപ്പൊ പീരീഡ്സ് ആയി. അപ്പൊ പീരീഡ്സ് ആവുന്നതിന്റെ മുമ്പ് ചെറുപ്പം തൊട്ടേ നല്ല നാച്ചുറൽ ആയിരുന്നു. ഇത്തക്ക് 3 മക്കളുണ്ട്. രണ്ടാമത്തെ പെൺകുട്ടിയാണ്, മൂത്തത് ആൺകുട്ടിയാണ്. അപ്പൊ ഇവര് തമ്മിൽ അടിയും പിടിയും ഒക്കെ ഉണ്ടെങ്കിലും മൂത്ത ആൺകുട്ടിക്ക് വേണ്ടിയിട്ട് ചോക്ലേറ്റ് മേടിച്ചു വെക്കും. ആരെങ്കിലും ഒരു ചോക്ലേറ്റ് കൊടുത്താല് പിന്നെ ഞങ്ങളെ കുക്കിങ്ങിലൊക്കെ ഇങ്ങനെ ഓരോന്നും കട്ട് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. എല്ലാത്തിനും നല്ലൊരു സ്വഭാവമുള്ള നാച്ചുറൽ ആയിരുന്നു ആള്. പക്ഷെ പീരീഡ്സ് ആയി കഴിഞ്ഞതിന്റെ ശേഷം ഇപ്പൊ വലിയ കുട്ടിയൊക്കെ ആയപ്പോ ഭയങ്കര ചേഞ്ചസ്. പറഞ്ഞൊന്നും അങ്ങനെ കേൾക്കൂല, പഠിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ ഇങ്ങനെ മേക്കപ്പ് ചെയ്യണം, കുറച്ച് സ്റ്റൈലായി നടക്കണം എന്നൊക്കെ ഉള്ള ഒരു ടൈപ്പൊക്കെ ആയി. അപ്പൊ നമ്മളിങ്ങനെ ഇതേപോലെ ഇസ്ലാമിക് കൗൺസിലിംഗ് കൊടുക്കാന്ന് വിചാരിച്ചപ്പോ പാരന്റ്സിനാണ് ഫുള്ള് വേണ്ടത്, പാരന്റ്സിനാണ് ക്ലാസ് വേണ്ടത് പറഞ്ഞിട്ട് കുട്ടീനായിട്ട് അങ്ങനെ സംസാരിക്കുകയൊന്നും ചെയ്തില്ല, കൗൺസിലിംഗ് ഉണ്ടായില്ല. അപ്പൊ അവര് പറഞ്ഞത് പീരീഡ്സ് ആവുമ്പോ ചില കുട്ടികൾക്ക് ഇതുപോലെ ഹോർമോണൽ ചേഞ്ചസ് കാരണം ഇങ്ങനെ ഒത്തിരി ചേഞ്ചസ് ഉണ്ടാവും, അതിന്റെ ഭാഗമാണ്. അപ്പൊ 40 days നിങ്ങൾ അവളുടെ അവൾ എങ്ങനെയാണോ ഒന്നിനും ചീത്ത പറയേ ഒന്നും ചെയ്യാതെ 40 days വിടാനാ പറഞ്ഞത്, നിസ്കരിക്കാൻ പറയാതെ, പഠിക്കാൻ പറയാതെ. അപ്പൊ അത്രയും ദിവസം ഒരു ദിവസം ചീത്ത പറഞ്ഞാൽ പോയി എന്നാണ് അവര് പറഞ്ഞത്. അപ്പൊ കുറച്ച് 2-3 ദിവസമൊക്കെ നമുക്ക് അങ്ങനെ പറ്റുള്ളൂ. കാരണം ഇത്രയും ദിവസം നമുക്ക് ഒന്നും പറയാതെ നിസ്കരിക്കാൻ പറയാതെ ഒന്നും ഇരിക്കാൻ പറ്റൂലല്ലോ. എക്സാം ഉണ്ടാവുമ്പോ പഠിക്കാതിരിക്കാതൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അതെന്താണ് ഇപ്പൊ അൽഹംദുലില്ലാ മുമ്പത്തേനേക്കാളും ബെറ്റർ ആണ്. പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോ നമ്മൾ എന്താ പെട്ടെന്ന് ചെയ്യുക? കാരണം മുമ്പ് ഇങ്ങനെ ആയിരുന്നൊരു കുട്ടിയോ അല്ല. അപ്പൊ ഇതിനെ കുറിച്ചൊന്ന് പറഞ്ഞു തരുമോ? മോൾക്ക് എത്ര വയസ്സായി? ആർക്കാ? ആ കുട്ടിക്ക് എത്ര വയസ്സായി? 11. 11 വയസ്സ്. ഓക്കെ. ആ, ആ. ഇത് സംഭവം എന്താന്ന് വെച്ചാല് നമ്മളൊരിക്കലും പീരിയഡ്സിന്റെ വരുന്നതിന് മുമ്പുള്ള ആ ഒരു കുട്ടിയും പീരിയഡ്സ് വന്നതിനുള്ള കുട്ടിയും ഒരിക്കലും കമ്പയർ ചെയ്യാൻ പാടില്ല. ഓക്കെ, സെയിം ആ കൗൺസിലർ പറഞ്ഞ പോലെ പീരിയഡ്സ് വന്നു കഴിഞ്ഞാൽ ഹോർമോണൽ ചേഞ്ചസ് വരും, മൂഡ് ഔട്ട് ആവും. എല്ലാ കുട്ടികളും ആവണമെന്നില്ല. ചില കുട്ടികൾക്ക് അത് ഭയങ്കരമായിട്ട് കൂടും ചെയ്യും. ചില ആൾക്കാർക്ക് ഫ്രസ്ട്രേഷൻ ആവും, ഇത് ഉമ്മമാർ ഞാൻ പറയുന്നൊന്നും മനസ്സിലാക്കുന്നില്ലല്ലോ. അങ്ങനെ ഒരുപാട് കുട്ടികൾക്ക് ഉണ്ടാകുന്ന കേസാണ്. ഇപ്പൊ ഞാൻ പെൺകുട്ടികളെ പീരിയഡ്സിന്റെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരുപാട് കുട്ടികൾക്ക് അങ്ങനത്തെ ഒരു കേസ് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ തന്നെ അവരോട് പോയിട്ട് പറയും, ഓക്കെ നിങ്ങൾക്ക് അങ്ങനെയല്ലേ ഉണ്ടാവും എന്നുള്ളത്. അപ്പൊ അതൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. പക്ഷെ ഇതിൽ പറഞ്ഞത് നമസ്കരിക്കാൻ പറയരുത്, അങ്ങനെയൊക്കാൻ പറയരുത്, അതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. കാരണം അത് നമ്മുടെ ഡ്യൂട്ടി ആണല്ലോ പറയാന്നുള്ളത്. പക്ഷെ ഞാൻ ചോദിക്കുന്നത് എന്താന്ന് വെച്ചാല് ടിൽ 7 to 11 ആണല്ലോ, 7, 8, 9, 10 ഇത്രയും 7, 8, 9, 10 4 വർഷം ആ കുട്ടി എല്ലാ നേരവും നമസ്കരിച്ചിട്ടുണ്ടോ? ഇല്ല ഇല്ല. അത് അപ്പോഴും നമ്മളിങ്ങനെ പറയണം, പറഞ്ഞാലെന്നെ ചെയ്യുള്ളൂ. അതന്നെ പറഞ്ഞാല് തന്നെ ആ റിമൈൻഡർ ട്രെയിനിങ് പീരീഡ് ആണല്ലോ. ആ ഒന്നും മുടങ്ങാതെ 5 നേരവും കറക്റ്റ് ആയിട്ട് ആ പാരന്റ്സ് അതിന് എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു? ഇല്ല, ഫുൾ 5 ടൈം എന്തായാലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവില്ല. ഉണ്ടാവൂലോ. അപ്പം അതാ പറഞ്ഞത് 4 വർഷം ഒരു കുട്ടി ശരിക്ക് ജസ്റ്റ് ആലോചിക്കുക, 4 വർഷം 5 നേരം ഒരു കുട്ടി ഇത് ചെയ്തുകൊണ്ടിരുന്ന ഒരു കുട്ടി ഒരിക്കലും പീരിയഡ്സ് ആയിക്കഴിഞ്ഞാൽ അത് ചെയ്യാതിരിക്കൂല. കാരണം അത് ആ കുട്ടിക്ക് ഹാബിറ്റ് ആയിട്ട് മാറി. സെൻസസ് പറയുന്നതിന് ഒരു സംഭവം 21 പ്രാവശ്യം ഒരു 21 ദിവസം ചെയ്താൽ തന്നെ അത് ഒരാളുടെ ശീലായി മാറുന്നതാണ്. ഇത് 4 വർഷമാണ് പ്രോപ്പർ ആയിട്ട് നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ ട്രെയിൻ ചെയ്തതിന്റെ തെറ്റ് മാത്രമാണ് അവിടെ കുട്ടികളിൽ കാണുന്നത്. അപ്പൊ അത് ഇനി നമ്മൾ എന്താക്കണം, ക്ഷമയോടെ ഡീൽ ചെയ്യാം. വഴക്ക് പറയേണ്ട ആവശ്യമില്ല. നമ്മളിങ്ങനെ ഒച്ചെടുത്തിട്ടും വഴക്ക് പറഞ്ഞിട്ടും അതിന്റെ ആവശ്യങ്ങളൊന്നുമില്ല. കാരണം ആ കുട്ടിയുടെ ഹോർമോണൽ ചേഞ്ചസ് ആവുന്നതാണ്. പല ചേഞ്ചസ് വരും. ഇത് മാത്രമല്ല, ആ കുട്ടിക്ക് വേറൊരു ആൺകുട്ടിനോട് ഇഷ്ടം തോന്നാൻ തുടങ്ങും. അങ്ങനെ പല കാര്യങ്ങളും വരും. പക്ഷെ ക്ഷമയോട് കൂടി എന്താക്കാം, മെല്ലണ ഇരുന്ന് ഡീൽ ചെയ്യാന്നുള്ളത് മാത്രമാണ്. ഇരുന്ന് സംസാരിക്കാം. പിന്നെന്താ, ഇമോഷണൽ ആ ഒരു സ്നേഹത്തോടുള്ള സംസാരങ്ങളും കാര്യങ്ങളാണ് ഇപ്പം കുട്ടിക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഈ ഒരു ടൈം. ഓക്കെ. ഇപ്പൊ ഈ ഹോർമോണൽ ചേഞ്ചസ് കാരണമുള്ള ഇങ്ങനത്തെ ചേഞ്ചസ് എത്ര വർഷം അല്ലെങ്കിൽ ഒരു വർഷം മാക്സിമം, അത് കഴിഞ്ഞാൽ നോർമൽ ആവും, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അത് ഒരു ഈ ലിമിറ്റ്? പീരിയഡ്സ് വന്നപാടുള്ള ടൈം
കുട്ടിക്ക് കുറച്ച് അധികമായിരിക്കും ഉണ്ടാവും. അത് പിന്നെ 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 പോകുമ്പം അത് ഓരോരോ കുട്ടികളുടെ അനുസരിച്ചിട്ടാണ്. ആ ഒരു ഹോർമോണൽ ഒന്ന് മാറി വരുന്നത് ഓരോരോ കുട്ടികളുടെ ബോഡിയും അതൊക്കെ അനുസരിച്ചിട്ടാണ് ഉണ്ടാവും. പക്ഷെ ഓക്കെ. നമ്മള് ക്ഷമയോട് കൂടി ഡീൽ ചെയ്യുക എന്ന് ഞാൻ പറയുന്നത് തന്നെ ദുആ ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട്. നമ്മൾ നമ്മുടെ എഫേർട്ട് എടുക്കുക, ദുആവും കൂടി ചെയ്യുക. ഓക്കെ ഇൻഷാ അപ്പൊ അല്ലാ. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഇസ്ലാം ഈസിയാണ്, പക്ഷെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് ലേറ്റ് ആകുമ്പോഴാണ് അത് ടഫായിട്ട് മാറുന്നത്. അതെ. ഇപ്പൊ ഈ ഫസ്റ്റ് പറഞ്ഞ ഇമോഷണൽ ബ്ലോക്സ് അങ്ങനത്തെ കുറച്ച് ബ്ലോക്സ് പറഞ്ഞല്ലോ മാം. അപ്പൊ ആ ബ്ലോക്സ് ഒക്കെ ഇപ്പൊ നമ്മള് ഇപ്പൊ വലിയ കുട്ടി അതിന്റെ ശേഷമുള്ള പാരന്റ്സ് ആണ് ഇത് കാണുന്നുണ്ടെങ്കിൽ, അയ്യോ ഇതിന്റെ കുട്ടി ചെറുതാവുമ്പോ ഇതൊന്നും അറിയാൻ പറ്റിയില്ല, കേൾക്കാൻ പറ്റിയില്ല, ഇതൊന്നും ബിൽഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള ഒരു അവസ്ഥയിലാണെങ്കിൽ പിന്നെ നമുക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഇല്ല, ഞാൻ ഇമോഷണൽ ബ്ലോക്കിൽ പറഞ്ഞ ചുറ്റും നിൽക്കുന്ന കുട്ടികളുടെ വയസ്സ് 10, 12, 11 കുട്ടികളാണ്. ചെറിയ കുട്ടികളെ അല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ ഉണ്ടായ കുട്ടികളൊക്കെയും 10, 11 ആ ഒരു ടൈമാണ്. പ്രത്യേകിച്ചിട്ട് ഏറ്റവും കുട്ടികളെ ഇതാക്കണമെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. അവർ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് ജസ്റ്റ് ഒരു നേരത്തെ നിസ്കാരം നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കുക, അല്ലെങ്കിൽ അവരെയും കൂട്ടിയിട്ട് അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോവുക, അല്ലെങ്കിൽ ഒരു ഐസ്ക്രീം വാങ്ങിച്ചോട്ട് അവർക്ക് എന്താ ഇഷ്ടമുള്ള അത് അവർക്ക് ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ഇടയ്ക്ക് വെറുതെ ഇരിക്കുമ്പോൾ പറയാ, ഇങ്ങനെ ഹഗ് ചെയ്തിട്ട് പറയാ, എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണെന്നുള്ളത്. അപ്പൊ അവർ ചോദിക്കും അതെന്താ കാരണം നിങ്ങൾ ഇത്രയും ചെറുതിൽ ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അവർക്ക് ഇങ്ങനെ ഒരു പ്രൗഡ് ഫീലിംഗ് ഒക്കെ വരാൻ തുടങ്ങും. നമ്മളെ പ്രശ്നം എന്ന് വെച്ചാൽ തെറ്റിലേക്ക് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യും. കുട്ടികളുടെ എവിടെയൊക്കെ തെറ്റുണ്ടോ അത് ഫോക്കസ് ചെയ്യും. പക്ഷെ അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളൊന്നും നമ്മൾ ഫോക്കസ് ചെയ്യുന്നില്ല, എന്നിട്ട് അതിൽ അവർ പ്രോത്സാഹിപ്പിക്കുന്നില്ല. പിന്നെ ഗിഫ്റ്റിങ്ങിന്റെ കാര്യം, ഗിഫ്റ്റിംഗ് ഒക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട്. ഇപ്പൊ ഞങ്ങൾക്ക് ആരെങ്കിലും ഗിഫ്റ്റ് തരികയാണെങ്കിലും ഞങ്ങൾ അത് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടും അവരെ താങ്ക്സ് പറഞ്ഞിട്ടും ഹാപ്പി ആയിട്ടൊക്കെ കാണിക്കണ ഒരു നാച്ചറാണ് ഞങ്ങളുടെ. പക്ഷെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അവർ അതിനൊരു ഹാപ്പിയോ എക്സൈറ്റ്മെന്റ് ഒന്നും കാണിക്കണില്ല. അയ്യോ എനിക്ക് ഇങ്ങനത്തെ ചെയിനല്ല, എനിക്ക് ഡബിൾ ലെയർ ഇഷ്ടമുണ്ടായിരുന്നത്, അങ്ങനെയൊക്കെ പറയണ ഒരു ടൈപ്പ് ആവുകയാണ്. അത് എങ്ങനെയാ കുട്ടികൾ അങ്ങനെ ആയിന്ന് പോലും അറിയണില്ല. കാരണം അവര് കണ്ടുപഠിക്കണം, ഞങ്ങൾ പോലും അങ്ങനെയല്ല. അപ്പൊ അങ്ങനത്തെ ഒക്കെ നാച്ചർ ആകുമ്പോഴൊക്കെയാണ് അതൊക്കെ കണ്ടുപിടിക്കുന്നത് ഇപ്പത്തെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടല്ലോ. പല രീതിയിൽ അവർക്ക് കണ്ടുപിടിക്കാലോ. ജസ്റ്റ് നമ്മൾ ആലോചിക്കണം, നമ്മളെ ടൈം എന്ന് പറഞ്ഞാൽ ഈ വീട്ടിന്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരുപാട് പുറത്തെ കാര്യങ്ങൾ നമ്മൾ അറിയുന്നുണ്ടോ, ഇങ്ങനെ ഒരുപാട് റീൽസും അതും ഇതും. പക്ഷെ ഇപ്പത്തെ കുട്ടികള് അത്രയും അധികം ഇതിലുള്ളത് എന്താ പറയാ, ഒരു ചുറ്റും കുറെ പാമ്പുകളുണ്ട്, അതിന്റെ നടുക്ക് അവരുള്ളത്. അപ്പൊ അവിടുന്ന് ഒന്ന് ലെവലാക്കിയിട്ട് കൊണ്ടുവരിക എന്ന് പറഞ്ഞാല് ചെറിയ എഫേർട്ട് അല്ല, വലിയ എഫേർട്ട് നമ്മൾ എടുക്കേണ്ടി വരും. വലിയ ചാലഞ്ചാണ് ഇത്. പക്ഷെ ഏത് ചാലഞ്ചും നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും? ദ്വായോട് കൂടി നമുക്ക് ഉറപ്പായിട്ടും മാറ്റാൻ പറ്റും. പേഴ്സണലി എന്റെ ടീച്ചർ എനിക്ക് പറഞ്ഞ കാര്യമാണ്, അതായത് അവരുടെ ഒരു ഫ്രണ്ടായിട്ടാണ് മോള്, മീൻസ് ഉപ്പയും ഉമ്മയും ഭയങ്കര ദീനിയായ ഇതിലാണ്. പക്ഷെ മോളുടെ ആ ഒരു പ്രായത്തിയപ്പം ഹിജാബ് ധരിക്കാതെയായി. പക്ഷെ ആ ഉമ്മ ഒറ്റൊരു വാക്കും മിണ്ടിയില്ല. ഓക്കെ, ഫസ്റ്റ് ഒരിക്കൽ ഹിജാബിന്റെ ടൈം ആയി എന്ന് മാത്രം പറഞ്ഞതല്ലാതെ വേറെ ഒന്നും മിണ്ടിയില്ല. ലാസ്റ്റ് പെട്ടെന്നാണ് ഈ കുട്ടി പ്രോപ്പർ ആയിട്ടുള്ള ഹിജാബ്, ഈവൻ വിത്ത് നിക്കാബോട് കൂടി ആ കുട്ടി മാറുന്നത്. ചോദിച്ചപ്പോ പറഞ്ഞത്, ആ ഉമ്മ പറഞ്ഞത്, എന്റെ ഒരു ദിവസം വരെ മുടങ്ങിയിട്ടില്ലായിരുന്നു അള്ളാഹിനോട് ഞാൻ ദുആ ചെയ്യാതെ. 24 മണിക്കൂറും ഒറ്റ ദുആ മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അള്ളാഹ്ക്ക് മനസ്സിലായി എനിക്ക് ഇത് എത്രത്തോളം ആവശ്യമുണ്ട് എന്നുള്ളത്. അപ്പൊ മെയിൻ ദുആ ആണ്. ഇൻഷാ അല്ലാഹ്. എല്ലാരും ഹാൻഡ് റൈസ് ചെയ്ത് കാണുന്നില്ല. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാല്ലേ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. കൺക്ലൂഡ് ചെയ്ത പോലെ തന്നെ നമ്മളും മാറണം, അതുപോലെ തന്നെ ക്ഷമ പാലിക്കുക. അതിനേക്കാളുപരി എന്താണെങ്കിലും അള്ളാഹുവിനോട് പറഞ്ഞ് ചോദിച്ചു വാങ്ങുക എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് ഇത്രയും ഒരു സെഷന് നല്ല ഭംഗിയായിട്ട് പൂർത്തിയാക്കാൻ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കാരുണ്യം സഹായം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അതുപോലെ തന്നെ മാമിനാണെങ്കിലും ഇത്രയും എഫേർട്ട് എടുത്ത് നമുക്ക് ക്ലാസ്സുകളൊക്കെ തന്നു. അൽഹംദുലില്ലാഹ്. ജസാക്കല്ലാഹു ഖൈറ വബാറകല്ലാഹു ഫീകി. ഇതുവരെ ഈ ഒരു സെഷൻ ശ്രമിച്ചുകൊണ്ടിരുന്ന എന്റെ എല്ലാ പ്രിയ സഹോദരിമാർക്കും വ്യക്തിപരമായും അതുപോലെ തന്നെ എനിക്കുള്ള ഭാഗത്തു നിന്നും എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുവാണ്. ജസാക്കല്ലാഹു ഖൈറൻ കസീറ വബാറക ഫീകും. ഈ ഒരു സെഷന് ഉപകാരപ്പെട്ടു എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനിയും ഇൻഷാ അല്ലാഹ് ഇത് നമ്മുടെ NQ പാരന്റിങ് സെഷന്റെ പ്രോഗ്രാമിന്റെ സീരീസ് 1 ആണ്. ഇൻഷാ അല്ലാഹ് ഇനിയും തുടർന്നും പല വിഷയങ്ങളുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും.
അതോടൊപ്പം തന്നെ എല്ലാ വെനസ്ഡേയ്സും നമ്മുടെ ഓരോ പല വിഷയങ്ങളായിട്ട് തസ്കിയ ക്ലാസ്സുകൾ വെക്കാറുണ്ട്. അതിലും എല്ലാവരും പങ്കാളികളാവുക എന്ന് ഓർമ്മപ്പെടുത്തുവാണ്. ഞാനങ്ങനെ ഈ ഒരു സെഷന്റെ ഭാഗമായിട്ട് പാരന്റിങ് സെഷനാണ്. അപ്പൊ നമ്മൾ കൂടുതൽ പിന്നെ മാം പറയുന്ന കാര്യങ്ങളും അതിനോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ റെഫർ ചെയ്യുമ്പോൾ ഇപ്പൊ മാം കൺക്ലൂഡ് ചെയ്ത് നിർത്തിയതിന് പ്രാർത്ഥനയുടെ ഒരു വലിയൊരു പ്രാധാന്യത്തെയാണ്. അപ്പോ ഞാനങ്ങനെ നോക്കിയപ്പോ ഹുദൈലിബ്നു ഇയാദിന് അലി എന്ന പേരുള്ള ഒരു മകനുണ്ടായിരുന്നു. മകനെ അച്ചടക്കം പഠിപ്പിക്കുന്നതിൽ അദ്ദേഹം കുറച്ച് പാടുപെടുമായിരുന്നു. ഭയങ്കര പ്രയാസമായിട്ട് വന്നു. അങ്ങനെ അദ്ദേഹം തന്റെ റബ്ബിനോട് ഇപ്രകാരം പ്രാർത്ഥിക്കുകയുണ്ടായി: അള്ളാഹുവേ, ഞാൻ ആലിയെ അച്ചടക്കം പഠിപ്പിക്കുവാൻ ഒരുപാട് പരിശ്രമിച്ചു, പക്ഷെ എനിക്ക് അതിന് സാധിക്കുന്നില്ല. അതിനാൽ നീ എനിക്ക് വേണ്ടി അവനെ അച്ചടക്കം പഠിപ്പിക്കണമേ. അങ്ങനെ അള്ളാഹു അദ്ദേഹത്തിന്റെ അവസ്ഥ നന്നാക്കുകയുണ്ടായി. അവന്റെ ശ്രേഷ്ഠതരമായ ഔലിയാക്കളിൽ ഒരുവനായി തീരുന്നത് വരയ്ക്കും. എത്രത്തോളം എന്നാൽ ഇബ്നു മുബാറക് റഹ്മത്തുള്ളാഹി അദ്ദേഹത്തെ കുറിച്ച് പറയുകയുണ്ടായി: ഹുദൈൽ ജനങ്ങളിൽ ഏറ്റവും മികച്ചവനാണ്, അദ്ദേഹത്തിന്റെ മകൻ അദ്ദേഹത്തെക്കാൾ മികച്ചവൻ. സുബ്ഹാനല്ലാഹ്. അപ്പോ നമുക്ക് ഇൻഷാ അല്ലാഹ് നമ്മുടെ മക്കളെ അല്ലാഹു സുബ്ഹാനഹു തആല തന്നിട്ടുള്ള ഈ ഒരു അനുഗ്രഹത്തെ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നിട്ടുള്ള മാർഗത്തിലൂടെ അവരെ പരിപാലിക്കാം. അതിന് അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാവിധ എളുപ്പവും ക്ഷമയും ഒക്കെ നമുക്ക് പ്രദാനം ചെയ്യട്ടെ. സുബ്ഹാനക. ഇന്നത്തെ സെഷന് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. ബാറകല്ലാഹു ഫീക്കും വജസാകുമുല്ലാഹു ഖൈറൻ കസീറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.